സംഘടിപ്പിക്കുക. നമുക്കറിയാം, 7ാമത്തെ എഡിഷൻ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രതീക്ഷയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് 7500 ടാർഗറ്റ് 8300 എത്തിയതൊക്കെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും തീക്ഷ്ണമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ ഏവരും വിശ്വസിക്കുന്നു. നമ്മുടെ സംഘടനകളെല്ലാം വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാന്യനായ ജോയിന്റ് സെക്രട്ടറി അല്പം വേഗാശ്വാസം കൊണ്ട് മാറി നിന്നത്. പക്ഷേ നമുക്കറിയാം, പ്രോഗ്രാം തീരുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കണ്ണും കരടും കാതുമെല്ലാം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്നിറങ്ങി വന്ന ഉടൻ തന്നെ അദ്ദേഹം അന്വേഷിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനെ കുറിച്ച് തന്നെയായിരുന്നു. ഇന്ന് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സംഘാത്മക മികവും ആ പരിചയവും എല്ലാം നമുക്ക് ഏറെ മുതൽക്കൂട്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ MC കുട്ടിച്ചൻ അവരുകളാണ്. സാറ് ഈ നാടിന് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് നന്മകൾ സാറിനോട് ലഭിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിയുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിന് അല്പം വിശ്രമം നൽകുക എന്നുള്ളത്. അത് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. വർദ്ധിത വീര്യത്തോടുകൂടി കൂടുതൽ ആവേശത്തോട് തന്നെ അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. നമുക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ PSFിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MC കുട്ടിച്ചൻ സാറിനെ ക്ഷണിക്കുന്നു. ഫ്രാൻസിസ് ബൈജു ജോർജ് അവരുകളെ, അതുപോലെ ഏറെ ആരാധ്യനായ ഇന്നത്തെ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഷാജി അച്ഛൻ, അതുപോലെ നമ്മുടെ മാരത്തോണിൻ്റെ കൺവീനറായി പ്രവർത്തിച്ച ഡെന്നി ജോസഫ് അവരുകളെ, പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ ട്രഷറർ സുജീഷ്, ജോയിൻറ്റ് സെക്രട്ടറി അനൂപ്, അത് നമ്മുടെ ജോണി മാഷ്, മറ്റിവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ സംഘടനാ പ്രതിനിധികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ചെറിയൊരു അസുഖമൊക്കെ ആയിപ്പോയി. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, ഞാൻ മാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട ഷാജി അച്ഛൻ പറഞ്ഞിരുന്നു, 7ാമത്തെ എഡിഷൻ പേരാവൂർ മാരത്തോണിൽ 10,000 ആളുകൾ പങ്കെടുക്കും. അത് 8,303 ആളുകൾ മാത്രമേ ഇപ്രാവശ്യം പങ്കെടുക്കാൻ സാധിച്ചുള്ളൂ. വേണമെങ്കിൽ നമുക്കത് 10,000 എത്തിക്കാൻ പറ്റും. പക്ഷെ പരമാവധി നമ്മുടെ മെമ്പേഴ്സ് പറ്റുന്നത് പോലെയൊക്കെ പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് 8,300 ആളുകളെ നമുക്ക് ഇവിടെ പേരാവൂരിൽ എത്തിക്കാൻ കഴിയും. ഞാൻ പറയുന്നത്, നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ കഴിയണം. പക്ഷെ അത് സ്വപ്നങ്ങൾ കണ്ടവർ ധാരാളമുണ്ട്. ഒരുപാട് ആൾക്കാർ സ്വപ്നം കണ്ടിട്ട് ഈ പേരാവൂരിൽ നിന്ന് കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അവരെന്ത് നേടി എന്ന് ചോദിച്ചാൽ പലരും ഒന്നും നേടാതെയാണ്, അല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കാതെയാണ് ഇവിടുന്ന് കടന്നുപോയിട്ടുള്ളത്. അപ്പോൾ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ, നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഓരോ ദിവസവും നമ്മൾ കണ്ട സ്വപ്നത്തിന് നമ്മൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം, ഞാനെന്ത് നേടി മണ്ണിൽ എന്ന് ചോദിക്കുന്ന പോലെ നമ്മൾ എന്താണ് ചെയ്തതെന്ന് തിരിച്ച് ചോദിക്കാൻ നമുക്ക് കഴിയണം. ഈ 10,000 എന്നുള്ളത് വലിയൊരു സംഖ്യ ഒന്നല്ല. എൻ്റെ ഒരു കണക്കുകൂട്ട പ്രകാരം അന്നത്തെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു 1000 ആളുകൾ രജിസ്ട്രേഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. സത്യത്തിൽ നമ്മുടെ കൂടെയുള്ള മെമ്പേഴ്സ് വരെ ഞെട്ടിപ്പോയി. 1000 രജിസ്ട്രേഷൻ നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ. എൻ്റെ കയ്യിൽ അന്നേരം ഒരു 300 രജിസ്ട്രേഷൻ ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 54 മെമ്പർമാർ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ മെമ്പർമാരായിട്ട് ഉണ്ടാവുമ്പോൾ അവരെല്ലാം തന്നെ എനിക്കറിയാം ഒരു 10ൽ കൂടുതൽ രജിസ്ട്രേഷൻ അപ്പം തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എത്രയായി? അപ്പോൾ 1000 എന്നുള്ള നമ്പർ വല്ല വിഷമമുണ്ടോ? അപ്പോൾ ഈ 1000 ആദ്യത്തെ ദിവസം തന്നെ, നമ്മുടെ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ ആ ദിവസം തന്നെ 1000 നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിലൊക്കെ വരികയും ഇത് കാണുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ 1000 രജിസ്ട്രേഷൻ ആയി, ഞാൻ ചെയ്തില്ലല്ലോ, അപ്പോൾ എനിക്കും രജിസ്ട്രേഷൻ നടത്തണ്ടേ, അല്ലെങ്കിൽ ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ രജിസ്ട്രേഷൻ നടത്തണമല്ലോ എന്ന് മറ്റുള്ളവർ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ അത് സക്സസ് ആയി എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഒരു സംശയം ഉള്ളത്, കേരളത്തിലെ നമ്പർ 1 മാരത്തോണായി പേരാവൂർ മാരത്തോൺ മാറി ഇത്രയും ആളുകളെ നമ്മൾ റിസ്ക് എടുത്തിട്ട് പങ്കെടുപ്പിക്കണോ, അതെയോ
നമ്മുടെ എക്സിക്യൂട്ടീവുകളിൽ എല്ലാ ആൾക്കാരും സംശയമാണ്. കുറച്ചും കൂടി കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ വരുന്നവരെയെല്ലാം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ രീതിയിൽ നല്ല രീതിയിൽ നിർവഹിച്ചതാക്കണോ ഈ മാരത്തോൺ എന്നുള്ളതാണ് മറ്റൊരു സംശയം. ഏത് കാലത്ത് ഇവിടെ കൂടിയിരിക്കുന്ന ഈ മാരത്തോൺ വിജയിപ്പിച്ച് നമ്മളാണ് തീരുമാനിക്കുന്നത്. പക്ഷെ എന്നും എന്റെ മനസ്സിലുള്ളത് പേരാവൂർ മാരത്തോൺ ചുരുങ്ങിയത് ഒരു 10,000 ആളെങ്കിലും പങ്കെടുക്കണം, അല്ലെങ്കിൽ നമ്മളെ പങ്കെടുപ്പിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതിൻ്റെ ഒരു ആംബിയൻസ് വളരെ വലുതാണ്. നമ്മൾ വലിയ ആംബിയൻസിലേക്ക് പോകണം, എങ്കിൽ മാത്രമേ നമ്മൾ ലക്ഷ്യത്തിൽ എത്തുകയുള്ളൂ. അല്ലാണ്ട് എന്നും നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ ഇടുങ്ങിയ ചിന്താഗതിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എവിടെ എത്തില്ല. ഇപ്പൊ 20 വർഷക്കാലത്തോളം ശബരിമല ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. തുടക്കത്തിൽ ഞാൻ എൻ്റെ ആ 86 കാലഘട്ടത്തിലൊക്കെ മരം കോച്ചുന്ന തണുപ്പിലൊക്കെ ഞാൻ ആ ശബരിമല ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഉള്ള ആളുകളാണോ ഇന്ന് ശബരിമലയിൽ വരുന്നത്. അതുപോലെ തൃശ്ശൂർ പൂരം. അപ്പൊ നമ്മൾ ഈ മാരത്തോണനുബന്ധിച്ച് നടത്തുന്ന സ്പോർട്സ് കാർണിവലൊക്കെ ഒരു ദിവസം അല്ലെ 2 ദിവസമൊക്കെ മാറ്റി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കാർണിവലിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. അപ്പോൾ മാത്രമേ പേരാവൂര് ഒരു എന്താ പറയാ ഒരു കായിക വില്ലേജ് ആയിട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കായിക വില്ലേജ് ആയിട്ട് മാറുകയുള്ളൂ. അല്ലാണ്ട് നമ്മളൊരു പേരിനൊരു മാരത്തോൺ നടത്തി അതിന്റെ തലേദിവസം ചെറിയൊരു പരിപാടികൾ നടത്തി പോയാൽ പോരാ. നമ്മൾ വിചാരിച്ച് ഇത്രയധികം ആൾക്കാർ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ സ്പോർട്സ് കാർണിവലും 10,000 ആളുകൾ പങ്കെടുക്കുന്ന മാരത്തോൺ നമുക്ക് നടത്താൻ കഴിയുമെന്നത് എനിക്ക് യാതൊരു സംശയമില്ല. പിന്നെ ഇത് ചിലർക്ക് സംശയമാണ്, ഇതിപ്പം നടത്തി കഴിഞ്ഞാൽ എന്താണ് ഗുണം, നമ്മുടെ നാടിന് കിട്ടുന്ന ഉണർവ് എന്താണ്. ഒരാഴ്ചക്കാലത്തോളം നമ്മുടെ പേരാവൂരും തൊണ്ടിയിൽ ധാരാളം ആളുകൾ വന്നു പോവുകയും രൂപയോളം ഇപ്രാവശ്യം തന്നെ നമുക്ക് ബാക്കിയാക്കാൻ കഴിഞ്ഞു. നമ്മൾ നേരത്തെ ഒരു 28 ലക്ഷം രൂപയോളം സ്റ്റേഡിയത്തിന് വേണ്ടി മുടക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വപ്ന പദ്ധതിയായ ജിബി ജോർജ് സ്റ്റേഡിയം പതിയെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 12 രജിസ്ട്രേഷൻ, 80G രജിസ്ട്രേഷനൊക്കെ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് തന്നെ CSRന്റെ വർക്കുകൾ തുടങ്ങണം. അങ്ങനെ ഫണ്ടുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് ഗാലറി പവലിയനൊക്കെ ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ചുറ്റും ഒരു സ്റ്റെപ്പെങ്കിലും അല്ലെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യം ചുറ്റും ആയി കഴിയുമ്പോൾ ബാക്കിൽ ഗ്രില്ലും കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. നമ്മുടെ അവിടെ വന്നിരിക്കുന്ന കുട്ടികൾ ഓർക്കും നമ്മുടെ പൂർവികർ ഇത്രയൊക്കെ നമുക്ക് വേണ്ടി ചെയ്തല്ലോ എന്ന്. ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്യാതെ നമ്മൾ വെറുതെ ഇവിടുന്ന് കടന്നുപോയിട്ട് വല്ല കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് മാരത്തോൺ എന്നതിലുപരി പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന് നമ്മുടെ വാർഷിക പദ്ധതി എന്ന് പറയുന്നത് 8 or 10 ഇവൻറ്റുകൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് മാരത്തോണിന് പുറമെ. അതായത് നമ്മൾ നല്ലൊരു സ്വിമ്മിങ് കോച്ചിങ് ക്യാമ്പൊക്കെ നടക്കുന്നുണ്ട്. രമേശ് ആലച്ചേരിയെ പോലുള്ള ആൾക്കാരുണ്ട്. പലതിലും കഴിവുകൾ, എല്ലാവർക്കും ഒരേപോലെയല്ല, പല കഴിവുള്ള വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന് ഈ നാട്ടിൽ പലതും ചെയ്യാൻ കഴിയും, പല മാറ്റങ്ങളും കൊണ്ടുവരാൻ കഴിയും. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആക്ടിവിറ്റി റിപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ ഒരു മാരത്തോൺ മാത്രമല്ല കൊടുക്കുന്നത്. നമ്മൾ ആദ്യം കൊടുത്ത ആക്ടിവിറ്റി റിപ്പോർട്ടിലൊക്കെ നമ്മൾ ടൂർണമെൻറ്റുകൾ നടത്തി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. വോളിബോൾ ടൂർണമെൻറ്റ്, അല്ലെങ്കിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ്, ഇപ്പോൾ ബാസിൻ്റെ ഷട്ടിൽ ടൂർണമെൻറ്റ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഹിയറിങ്ങിന് പോയി കഴിയുമ്പോൾ അവിടുന്ന് ഇൻകം ടാക്സ് ഓഫീസർ ചോദിക്കുന്നുണ്ടായി, ഈ ടൂർണമെൻറ്റ് നടത്തിയ അതൊരു സ്പോർട്സ് എഡ്യൂക്കേഷൻ ആകുമ്പോൾ, സത്യത്തിൽ ഒരു ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞ സ്പോർട്സ് എഡ്യൂക്കേഷൻ അല്ല, ക്യാമ്പുകൾ നടത്തണം. ടൂർണമെന്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ വിൻ ചെയ്യുന്ന ആൾക്കാർ അതിന് സമ്മാനം മേടിച്ച് പൈസയും കൊണ്ട് പോയി. അത് അതിന്റെ ബെനിഫിഷ്യറി ആരാണെന്ന് ചോദിച്ചതിനോട്. അപ്പോൾ കുട്ടികൾ വളർന്നു വരണമെങ്കിൽ അവർക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ ധാരാളം ക്യാമ്പുകൾ, ഇവിടെ ആർച്ചറിയുടെ ക്യാമ്പുണ്ട്, അത്ലറ്റിക്സിന്റെ ക്യാമ്പുണ്ട്, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസിന്റെ ക്യാമ്പ് ഇപ്പോൾ ലത്തീഫ് തുടങ്ങിയിട്ടുണ്ട്, വോളിബോൾ ക്യാമ്പുണ്ട്, സ്വിമ്മിങ് ക്യാമ്പുണ്ട്, ഇൻഡൂറൻസിന്റെ ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ധാരാളം ക്യാമ്പുകൾ ഇങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്കൊരു കായിക വില്ലേജായിട്ട് പേരാവൂരിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യത്തെ മാരത്തോണിന് ധാരാളം ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുണ്ടായി. ഇപ്പോൾ പരിസരത്തുള്ള എല്ലാ ക്ലബ്ബുകളെയും നമ്മൾ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ പോലീസിൽ നിന്ന് വിരമിച്ചവരും പോലീസുകാരായിട്ടുള്ള ധാരാളം ആൾക്കാർ, എനിക്ക് തോന്നുന്നു 10-50 ആളുകൾ. ഇപ്പോൾ DVSP തന്നെ നമ്മുടെ കൂടെയുള്ള ഒരു SI ചോദിച്ചു, ഞാൻ വിളിച്ചാൽ നിങ്ങൾ ഇത്രയധികം പെൻഷൻ പാർട്ടി ഒന്നും വരില്ല, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയധികം ആൾക്കാർ ഈ പേരാവൂർ മാരത്തോൺ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളെല്ലാവരും ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ഇതിലും വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത മാരത്തോണിന് 10,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്
അതിൻ്റെ ഡേറ്റൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇന്ന് തന്നെ ഡിക്ലെയർ ചെയ്യും. മാരത്തോൺ വലിയൊരു സംഭവമാക്കി മാറ്റാനും ധാരാളം ആളുകളെ ഇവിടെ കൊണ്ടുവരാനും നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ ഒരു അഭിപ്രായമാണ്, ഒരാഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു സ്പോർട്സ് കാർണിവല് നമുക്ക് നടത്താൻ സാധിക്കണം. ഏതായാലും ഞാനിപ്പോൾ അസുഖമൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഇപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാവും, ഇപ്പോൾ ഈ അസുഖം വന്നാണ് ഒരു ഓപ്പൺ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ മൈക്ക് രൂപത്തിലൊക്കെ വന്ന് സംസാരിക്കാമോ, ജനങ്ങളായിട്ട് മിങ്കിൾ ചെയ്യാമോ എന്നൊക്കെ ചോദ്യം ഉണ്ടാവും. ഞാനിത് ഇന്നൊന്നിലേ തുടങ്ങിയതല്ല, 20 വർഷക്കാലമായിട്ട്. ഞാൻ ആദ്യം അറ്റാക്ക് വന്ന് വീണപ്പോൾ എന്നെ ശുശ്രൂഷിച്ച നേഴ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. 20 വർഷം മുമ്പാണ്. അപ്പം നിരന്തരം ഇങ്ങനെ ട്രീറ്റ്മെൻറ്റാണ്. 4-5 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഓപ്പൺ സർജറി വന്നത്. അതിനുശേഷം ഇടയ്ക്ക് ക്യാൻസറിന് സാധ്യതയുള്ളൊരു മുഴ വന്നു. അതുപോലെ 2 കണ്ണിന് കാഴ്ച പോയി. ഇങ്ങനെ നിരന്തരം നമ്മൾ അസുഖത്തോട് മല്ലടിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അസുഖം വന്നു എന്ന് കരുതിക്കൊണ്ട് നിങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഒന്നും ഇല്ലാതാവും. ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ മിങ്കിൾ ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേക എനർജി ഉണ്ട്. അത് പബ്ലിക് എനർജി എന്ന് പറയും, അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട്. സോഷ്യൽ സപ്പോർട്ട് നമ്മുടെ അസുഖങ്ങൾ മാറാൻ ഒരുപാട് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂടെയുള്ള എൻ്റെ മെമ്പർമാരോട് പറയാനുള്ളത്, നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല. അതൊക്കെ അങ്ങ് പോകും. അസുഖങ്ങൾ വരും, പോകും. എനിക്ക് അതിനകത്ത് യാതൊരു പേടിയുമില്ല, ഭയവുമില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നീട്ടുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തം, നമ്മുടെ ഷാജി അച്ഛൻ വന്നതിന് ശേഷം അത് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് അത് വിജയിപ്പിക്കേണ്ടതെന്നാണ് അച്ഛൻ ഓരോ ദിവസവും സ്വപ്നം കാണുന്നത്. പല തിരക്കിനിടയിലും ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഷാജി അച്ഛനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു കൊടുക്കും. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് നമുക്കറിയാം, നല്ല സ്ട്രോങ് ആയിട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. സ്ട്രോങ് ആയിട്ട് മുമ്പിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ 1000 ആൾ പുറകിലുണ്ടെങ്കിലും ആ യുദ്ധം ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമുക്ക് എന്നും കരുത്താണ്. ഭയങ്കര തിരക്കുള്ള ആളാണ്. ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. എന്നാലും PSFന്റെ സെക്രട്ടറി പ്രസിഡന്റ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വരേണ്ടി വരുന്നു, മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഇന്നും അദ്ദേഹം തിരക്കാണ്. നാളെ രാവിലെ പോകേണ്ടതാണ്. അദ്ദേഹത്തിന് ഞാൻ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. അതുപോലെ തന്നെ നമ്മുടെ ഡെന്നി ജോസഫ്, ഞാൻ അല്പം സൈഡായി പോയപ്പോഴത്തേക്കും ഏറെ ശക്തമായി ഉണർന്ന് പ്രവർത്തിച്ച് PSFന്റെ മെമ്പേഴ്സിനെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് മാരത്തോണായിട്ട് മുമ്പോട്ട് പോവുകയുണ്ടായി. നല്ല രീതിയിൽ തന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അതുപോലെ തന്നെ വിജയിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ നമ്മുടെ ട്രഷറർ സുജീഷ്, ആകെ ഒരു തലവേദനയൊക്കെയായി. സുജീഷ് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം നമ്മൾ സാധാരണ കാണുന്ന ഒരു ക്ലബ്ബല്ല, ഒരു സൊസൈറ്റി അല്ല, ഒരു ഫൗണ്ടേഷൻ അല്ല. ഇത് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടി വരുന്നു. വലിയ വലിയ സ്വപ്ന പദ്ധതികളാണ് മുമ്പിൽ കിടക്കുന്നത്. കാരണം നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ വർക്കെല്ലാം വരുന്നുണ്ട്. CSR ഫണ്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലിഭാരം വരുന്നത് ട്രഷറർക്കാണ്. ആ ഒരു പേടിയും കാഴ്ചപ്പാടൊക്കെ സുജീഷിനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, ഇത് ഇങ്ങനെ അവതരിപ്പിച്ചാൽ പോരെ, ഇന്നിപ്പോൾ കണക്ക് മുഴുവൻ വായിക്കണോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സുജീഷ് ഒരു വർക്ക്ഷോപ്പൊക്കെ നടത്തുന്ന ആളാണ്. എന്നാലും ഞാൻ വിചാരിക്കുന്നത് മുൻപത്തേക്കാളും നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മാറും. നമ്മൾ അസുഖങ്ങൾ ഓർക്കൂല, നമ്മുടെ വീട്ടിലെ കാര്യം ചിന്തിക്കൂല. അതിന് ഡെഡിക്കേഷൻ എന്ന് പറയാം. ഡെഡിക്കേഷൻ ഉള്ളവർ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി അവനവൻ്റെ ജോലി ചെയ്യും. അതിൽപ്പെട്ട ഒരാളാണ് സുജീഷ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ അനൂപ് ജോയിന്റ് സെക്രട്ടറിയാണ്, ബിസിനസ്സുകാരനാണ്. അനൂപിനെ പറ്റി പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്, പറയാൻ നിവൃത്തിയില്ല. വ്യത്യസ്ത അഭിപ്രായം. അനൂപിനെ എപ്പോഴും വിളിച്ചാൽ കിട്ടില്ല. അനൂപിന് വേഗത കുറവാണ്. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സമയത്തിന് കിട്ടൂല എന്നൊക്കെ ചില വ്യക്തികളെ ഞാൻ ഉള്ളത് പറയുന്ന ഒരാളാണ്. പറയാം, സെക്രട്ടറിയുടെ അടുത്തേക്ക് വിവരങ്ങളെല്ലാം കിട്ടുമല്ലോ. പക്ഷെ ഞാൻ കണ്ടൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാം കൃത്യമായിട്ട് ചെയ്യുള്ളൂ. പെർഫെക്ഷനാണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മൂപ്പർ ചെയ്യുള്ളൂ. പെർഫെക്ഷൻ ഈസ് എ പെയിൻഫുൾ പ്രോസസ് എന്നാണ് പറയുന്നത്. ഒരു കാര്യം കൃത്യമായി ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒന്നും പെർഫെക്ഷൻ കിട്ടില്ല. അങ്ങനെ പെർഫെക്ഷനോടുകൂടി എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്പോർട്സ് ഫൗണ്ടേഷൻ ചെയ്യുന്ന വ്യക്തിയാണ് അനൂപ്. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. ഉള്ളത് മുഖത്ത് നോക്കി പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ശത്രുക്കളും ഉണ്ട്, അതിലൊന്നും കുലുങ്ങാറുമില്ല. ഏതായാലും അനൂപിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിച്ചുകൊള്ളു. അതുപോലെ നമ്മുടെ ജോണി സാറ്, നമ്മുടെ
ഈ പിന്നെ സ്പോർട്സ് കാർണിവലൊക്കെ ജോണി സാറിന് ഒരു പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം സ്പോർട്സ് കാർണിവൽ നടത്തിയപ്പോൾ സമയം തികഞ്ഞില്ല, കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ജോണി സാർ പറയുകയുണ്ടായി. ജോണി സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊടുത്തു. പിന്നെ സ്വാഗതം വരേണ്ടത് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. നിങ്ങളാണ് ഈ മാരത്തോൺ വിജയിപ്പിച്ചത്. 8303 പലരുടെ സംശയമായിരുന്നു. പക്ഷെ കുറച്ചും കൂടെയൊക്കെ രജിസ്ട്രേഷൻ പോകുമായിരുന്നു. നമ്മുടെ ഡെന്നി സാറിന് ഒരു സംശയം, കൺവീനർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ? എന്നോട് പറഞ്ഞു, സാറേ ഇങ്ങനെ രജിസ്ട്രേഷൻ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഉള്ളതാ പറയുന്നത് കേട്ടോ, എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ 10,000 14,000 ഒക്കെ ആവും, സാർ ഇങ്ങനെ രജിസ്ട്രേഷൻ പിടിക്കല്ലേ എന്ന് വരെ എന്നോട് പറയുണ്ടായി. ഞാനിവിടെ വരാതെ വേറൊരാൾക്ക് ബുദ്ധിമുട്ടാകരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനകത്ത് വല്ല കുഴപ്പങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ച് ഞാൻ പിന്നെ കുറച്ച് പുറകോട്ടടിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 കോളേജിൽ ഞാൻ കൊടുത്ത രജിസ്ട്രേഷൻ ഫോം ഞാൻ വാങ്ങിയില്ല. പ്രകൃതി കോളേജ്, MG കോളേജ്, ഡീപോൾ കോളേജിൽ നിന്ന് കുറച്ച് രജിസ്ട്രേഷൻ, ഇത്രയും കൂടി വരേണ്ടതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ആള് കൂടിയാൽ ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ മാനേജ് ചെയ്യാൻ ഞാൻ സ്ഥലത്തില്ല, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ? ഇതൊക്കെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്, നമ്മൾ ചെയ്താണ്. ഇപ്പൊ പണ്ട് ബൈജു സാർ പറഞ്ഞത് 1500 ആളൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞ് ബൈജു സാറിനോട് നേരത്തെ പറഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് 10,000 ഒക്കെ ചെയ്യാമല്ലേ. അപ്പൊ ധൈര്യം വന്നു. അപ്പൊ ചെയ്ത് നമുക്ക് ധൈര്യമായി. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് അടുത്ത വർഷം 10,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു സ്പോർട്സ് കാർണിവൽ ഉൾപ്പെടെ നമുക്ക് നടത്താൻ, ഈ പേരാവൂർ നടത്താൻ കഴിയും. പേരാവൂർ മാറേണ്ടത് അത്യാവശ്യമാണ്. പേരാവൂർ കുറേശ്ശെ തൊണ്ടിയൊക്കെ മാറി വരുന്നുണ്ടെങ്കിലും സ്പീഡ് പോരാ. ഇപ്പൊ തന്നെ നമുക്കറിയാം, കോളയാടൊക്കെ ഞാൻ ഇപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ കോളയാട് ടൗണിൽ കൂടെ വരുമ്പോൾ ആ ഒരു സൈഡൊക്കെ ഫോറസ്റ്റായ ആ സ്ഥലത്ത് പോലും നല്ല പൂക്കളും ചെടികളും എന്ത് മനോഹരമാക്കി മാറ്റി അവരാ കോളയാടൊക്കെ. അങ്ങനെ എത്ര ടൗണുകൾ, അവിടെ പല സ്ഥാപനങ്ങളും വരുന്നു. നമ്മുടെ തൊണ്ടി മാത്രം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, ചെറിയൊരു ഉറക്കത്തിലാണ്. ഇപ്പം അച്ഛൻ വന്നതിന് ശേഷം, അല്ലെ മറ്റൊന്ന് 2 ബിൽഡിങ്ങുകൾ വന്നതിന് ശേഷമാണ് ചെറിയൊരു അനക്കം തുടങ്ങിയത്. ഇത് ഉറക്കത്തിൽ എന്ന് പറഞ്ഞത് ലക്ഷദ്വീപിൽ നിന്ന് വന്നൊരു കുട്ടി എന്നോട് പറഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. 3 വർഷം മുമ്പ് കോട്ടയത്തിൽ താമസിക്കുന്ന ഒരു കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി 7:30 മണിക്ക് തൊണ്ടിയിൽ ഇറങ്ങിയപ്പോൾ തൊണ്ടിയിലെ ഹോട്ടലൊന്നുമില്ല. അപ്പോഴേക്കും തൊണ്ടി മൊത്തം ശൂന്യമായി, അടച്ചു. അപ്പൊ അവര് 2 ആള് പേരാവൂർ പോയി ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേക്കും സമയം 9:30 മണിയായി. ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ച് പറഞ്ഞു, സാറിന്റെ പെൺപിള്ളേരെന്താ ഇങ്ങനെ നടക്കുന്നത്, ആ സമയത്ത് ഇവരിങ്ങനെ നടക്കാൻ പാടുണ്ടോ? ഞാൻ ആരാ എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇന്ന ആളാണ്, ലക്ഷദ്വീപ് എന്ന 2 പെൺകുട്ടികളാണ്. പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു അവരോട്, എന്താണ് ഇങ്ങനെ നിങ്ങൾ അസമയത്തൊക്കെ കയറണം? അപ്പൊ അവരെന്നോട് ചോദിച്ചു, ഏതാ സാറേ അസമയം? 9:30 മണി അസമയമാണോ? സാറിന്റെ നാട് 7 മണിയാകുമ്പോൾ ഉറക്കത്തിലല്ലേ? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ എവിടെ പോകണം? ഇതിനൊരു മാറ്റം വേണ്ടേ? ഇതാരെയും മാറ്റം കൊണ്ടുവരേണ്ടത്? നമ്മൾ ഓരോരുത്തരും അല്ലേ? നമുക്കല്ലേ ഉത്തരവാദിത്വം? നമ്മുടെ നാടിനെ മാറ്റിയെടുക്കണ്ടേ? അതിനുവേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലാണ് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ. അല്ലാണ്ട് ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ മാത്രത്തോടെ ഇത്രയും വിജയിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഇല്ലാതിരുന്നപ്പോഴും എൻ്റെ അസാന്നിധ്യത്തിലും നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയങ്കരായ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ ഊർജ്ജസ്വലരും കർമ്മനിരതരുമായ മെമ്പേഴ്സ് എല്ലാം തന്നെ വളരെ ആക്റ്റീവായിരുന്നു. പിന്നെ ചിലർക്കൊക്കെ ജോലിഭാരം അല്ലെങ്കിൽ മറ്റു വർക്കുകളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഒരുപോലെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതൊരിക്കലും സാധ്യമല്ല. അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അതിനാരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ പ്രാവശ്യം പ്രവർത്തിക്കാത്തവർ അടുത്ത പ്രാവശ്യം പ്രവർത്തിക്കും, അതിൽ യാതൊരു സംശയം വേണ്ട. ഞാനിപ്പോൾ 1017 രജിസ്ട്രേഷൻ പിടിച്ചു വെച്ചാൽ അത് എല്ലാവർക്കും സാധിക്കുമോ? എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, അല്ലെ എനിക്ക് ബന്ധങ്ങളുണ്ട്. അപ്പോൾ അധികം ബന്ധമില്ലാത്തവർ, സ്കൂളിൽ ജോലിക്ക് പോകേണ്ടവർ, അല്ലെ മറ്റു മേഖലയിൽ ജോലിക്ക് പോകേണ്ടവർ ചിലപ്പോൾ 10-20 രജിസ്ട്രേഷൻ അല്ലെ 50 രജിസ്ട്രേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുള്ളൂ. അതിന് നമ്മളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവരെയും കൂടി ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതം നിറമുള്ളതാകുന്നത് ആരെങ്കിലുമൊക്കെ നമ്മൾ ഓർക്കാനുണ്ടാവുമ്പോഴാണ്, അല്ലാണ്ട് വെറുതെ ഒന്നും നടക്കില്ല. ഓർക്കണമെങ്കിൽ കഷ്ടപ്പെടണം, എങ്കിൽ മാത്രമേ നമ്മളെ ജീവിതം നിറമുള്ളതാവുകയുള്ളൂ. അപ്പോൾ അതിനൊരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. ഇന്നിപ്പോൾ മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പല സ്ഥലത്തും ഫ്ലക്സുകൾ കാണുന്നു, ധാരാളം കുട്ടികൾ കയറി പോകുന്നു. 2 കൊല്ലം ആയപ്പോൾ ഏകദേശം ഒരു 100-100 ചില്ലറ കുട്ടികൾ ജോലി കയറിയപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പലരും പറഞ്ഞു, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്, ആർക്കും ജോലിയൊന്നും കിട്ടിയിട്ടില്ല, അത് തള്ളാന്നാ പറഞ്ഞത്. എനിക്കങ്ങനെ തള്ളേണ്ട കാര്യമൊന്നുമില്ല. ഈ പ്രാവശ്യം തന്നെ ഡിസംബറിലും ജനുവരിയിലായിട്ട് 60ഓളം കുട്ടികൾ സർവീസിൽ കയറിയില്ല, അപ്പോയിൻമെന്റ് ഓർഡർ കാത്തിരിക്കുന്നു. അവർ 24-ാം തീയതി CRP ക്യാമ്പിലേക്ക് പോവാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി പരീക്ഷ എഴുതി പാസ്സായ അവർ അപ്പോയിൻമെന്റ് ഓർഡർ മേടിക്കാൻ വേണ്ടി പോകുന്നു. അത് സെൻട്രൽ ഗവൺമെന്റിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരായിരിക്കും അത് കൊടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് സുരേഷ് ഗോപിയുടെ അടുത്താണ് അവർ അപ്പോയിൻമെന്റ് ഓർഡർ മേടിച്ചത്. അപ്പോൾ 10-30 ആള് 24-ാം തീയതി അപ്പോയിൻമെന്റ് ഓർഡർ മേടിക്കാൻ പോകുന്നു. പിന്നെ പോലീസിലേക്കും ആർമിയുടെയും സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്നു. പാസ്സായ ധാരാളുണ്ട്. ഞാനൊരു പബ്ലിസിറ്റിക്ക് എവിടെയും പോകാറില്ല, ആടുന്ന് കൊട്ടി ഘോഷിക്കാറില്ല, ആരുടെയും സപ്പോർട്ടും വേണ്ട. സപ്പോർട്ട് മേടിച്ചാൽ ഇതുപോലുള്ള നമുക്ക് സപ്പോർട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ
ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല, ഉള്ളതും മതി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആ സബ്ജക്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല, അത് മോർണിംഗ് ഫൈറ്റേഴ്സിൻ്റെ കാര്യമാണ്. ഏതായാലും പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ നന്ദിയും കടപ്പാടും നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ അസാന്നിധ്യത്തിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അത് സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു അതെല്ലാം നമ്മുടെ എല്ലാം സപ്പോർട്ടോടുകൂടിയാണ്. അദ്ദേഹം അവസാനം പറഞ്ഞ ഒരു കാര്യം, അത് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് ആർക്കും ഒരാൾക്കൊരു ജോലി മേടിച്ചു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കഴിഞ്ഞെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയും. അപ്പോൾ ഈ അടുത്ത കാലത്ത് 60ഓളം പേരെ സർക്കാർ ജോലിയിലേക്ക് കരകയറ്റാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഈ സാഹചര്യങ്ങളും ഈ സൗകര്യങ്ങളും എല്ലാം അതിന് നിമിത്തമായിട്ടുണ്ട്. അതുതന്നെയാണ് ഇനി ഉത്തരവാദിത്വം ഇത് വളർന്നു വരേണ്ടത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും തീഷ്ണതയും ആ ഒരു നന്ദി കടപ്പാടും അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുക PSFിൻ്റെ പ്രസിഡന്റാണ്. നമുക്കറിയാം സ്റ്റാൻലി ജോർജിന് ശേഷം ഫ്രാൻസിസ് വൈലി ജോർജ് ഈ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ കൂടുതൽ മികവിൻ്റെ പാതയിലേക്ക് അത് പോവുകയാണ് ചെയ്തത്. നമുക്കറിയാം ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവർ അവരുടെ കൂട്ടായ്മയും അവർ പരസ്പര ആശയങ്ങൾ പങ്കുവെച്ചും ചർച്ച ചെയ്തും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിലുപരി ഞാൻ കാണുക ബാംഗ്ലൂരൊക്കെയുള്ള അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഈ മേഖലയിൽ തന്നെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ബാക്കിപത്രം എന്ന നിലയിലാണ് നമ്മുടെ പവലിയൻ്റെ പൂർത്തീകരണമൊക്കെ. ഇപ്പോൾ ഇവിടെ കോട്ടേജ് സാർ പറഞ്ഞു, ഇവിടെ കണക്കുകൾ അല്പം വായിച്ചു. ഇപ്പോഴൊക്കെ നമുക്ക് അഭിമാനം തോന്നുന്നുണ്ട് നമ്മുടെ നാടിന്. എപ്പോഴും നമ്മൾ പറയും ഇതിൻ്റെ മെച്ചം നമ്മുടെ നാടിനാണ്. അത് അന്വർത്ഥമായിരിക്കുകയാണ്, യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിനുള്ള നന്ദിയും കടപ്പാടും കൂടി അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായ ഫ്രാൻസിസ് വൈലി ജോർജിനെ ക്ഷണിക്കുകയാണ്. ഉദ്ഘാടകൻ ആർച്ച് പ്രീസ്റ്റ് വെരി റവറൻഡ് ഫാദർ മാത്യു തെക്കേമുറി, വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന PSFിൻ്റെ മറ്റ് മെമ്പർമാർ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചും സ്കൂളിനെ പ്രതിനിധീകരിച്ചുമൊക്കെ ഇവിടെ എത്തിയിരിക്കുന്ന പേരാവൂർ മാരത്തോണിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു അംഗങ്ങളെ, സുഹൃത്തുക്കളെ, വാക്രൂർ പേരാവൂർ മാരത്തോൺ 2025 8300-ലധികം ആൾക്കാരെ പങ്കെടുപ്പിച്ച് പേരാവൂർ ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ പരിമിതികളെ വിജയകരമായി തരണം ചെയ്ത് വളരെ നന്നായി സംഘടിപ്പിക്കുവാൻ സാധിച്ചു എന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അത് നിങ്ങളുടെ എല്ലാവരുടെയും നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം മൂലമാണ് നമുക്ക് സാധിച്ചത്. അത് ഒരുപാട് സന്തോഷവും ആത്മസംതൃപ്തിയും നൽകുന്നു. ഇത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കായി കൈകോർത്ത ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. പുറമേ നിന്ന് വന്നവർ, മറ്റു സ്ഥലങ്ങളിൽ വന്നവർ അത്ഭുതത്തോടെയും അസൂയയോടെയാണ് അത് നോക്കിക്കണ്ടത്. അവർ പലരും വളരെ വലിയ ഒരു ഫീഡ്ബാക്ക് തന്നിരുന്നു, ഇത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സ്വപ്നം കാണാൻ പോലും സാധിക്കുകയില്ല എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം, നമുക്ക് ഈ പേരാവൂരിലുള്ള കായിക പാരമ്പര്യമുണ്ട്. ഇതുപോലെ എനിക്കെന്ത് കിട്ടും എന്നതിനപ്പുറം എനിക്കെന്ത് കൊടുക്കുവാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരുപറ്റം നിസ്വാർത്ഥരായ ആൾക്കാരുണ്ട്. പിന്നെ ലോക സ്പോർട്സ് വേദികളിൽ പോയി പരിചയമുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അഞ്ചു ബോബി സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റീസ്, ബോബി, അഞ്ചു, അജിത്ത്, സിനി, ഇവരുടെയൊക്കെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് എല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ, ഇപ്പോൾ എനിക്കുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടാകില്ല, നിങ്ങൾക്കുള്ളൊരു കഴിവ് എനിക്കുണ്ടാകില്ല. ഈ എല്ലാ കഴിവുകളും ഒത്തുചേരുമ്പോഴാണ് അത് ശക്തിയാകുന്നത്, ഒരു സൗന്ദര്യമാകുന്നത്, ഒരു നാടിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്നത്. നമ്മുടെ ഇപ്പോൾ ഇങ്ങനെ ഈ പേരാവൂർ മാരത്തോൺ വിജയിപ്പിച്ചതിൽ ചില എടുത്ത് പറയേണ്ട കുറച്ച് സപ്പോർട്ടുണ്ട്. എല്ലാവരെയും പറയാൻ പറ്റത്തില്ല, എങ്കിലും ഞാൻ വളരെ കുറച്ച് പേരുടെ, അത് മറ്റുള്ളവർ വേറെ വിധത്തിൽ എടുക്കരുത്. അപ്പോൾ അത് കുറച്ച് പേരെ ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ ഷാജിയച്ചൻ നമ്മുടെ ആദ്യം മുതൽ ഇതിൽ പ്ലാനിങ് മുതൽ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഒപ്പം എന്ന് പറയുന്നതിൽ കുറച്ചുകൂടെ നല്ലത് നമ്മുടെ മുന്നിലുണ്ടെന്ന് പറയുന്നതാണ്. കാരണം അച്ഛനാണ് എന്നും നമുക്ക് പ്രചോദനം തന്നിരുന്നത്. നമുക്ക് 10,000 ആക്കണം എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. 8,000 നമ്മുടെ 7,500 നമ്മൾ ഉദ്ദേശിച്ചത്. ഈ വർഷം ആക്കിയില്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് തീർച്ചയായിട്ടും 10,000 എത്തിക്കണം. അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട DYSP പ്രമോദ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം വളരെ സ്ഥിരമായ ഒരു സപ്പോർട്ടാണ് നമുക്ക് തന്നത്. കാരണം ഇത്ര വലിയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അപകടങ്ങളൊന്നുമില്ലാതെ
അത് നടത്തുമെന്ന് പറഞ്ഞ് അല്പം ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ സപ്പോർട്ട് നമുക്ക് വളരെയധികം ഉപകരിച്ചു. അതുപോലെ ഫയർഫോഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ദൃശ്യ ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ മാരത്തോണിൽ. കാരണം ആ സ്റ്റേഡിയം വളരെ നന്നായി മാർക്ക് ചെയ്ത് അത് ഭംഗിയാക്കി ഒരുപാട് ഡെക്കറേഷൻസ് കൊണ്ടുവന്നു. കുട്ടിച്ചൻ സർജറി കഴിഞ്ഞ് അവിടെ റെസ്റ്റ് ആണെങ്കിലും കുട്ടിച്ചൻ്റെ മനസ്സ് ഇവിടെയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ കുട്ടിച്ചൻ പറഞ്ഞു, എന്നാൽ കുറച്ച് പൈസ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് കുമ്മായം ഇടാണ്ട് ഞാനത് വരച്ച് മാർക്ക് ചെയ്യാം. കാരണം ഞാൻ അതൊക്കെ അപ്പം ഞാൻ ചോദിച്ചു അതിനൊക്കെ നമുക്ക് ടീമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ട്, ബിജു, അദ്ദേഹം വരും. അപ്പം ഞാൻ എൻ്റെ കുട്ടികളെ വെച്ച് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞു. അത് വളരെ മനോഹരമാക്കി തീർത്ത്. അത് എളുപ്പമുള്ള പണിയല്ല. അത്രയും ആ വെയിലത്ത് നിന്നിട്ട് ആ കുട്ടികളും സബ് ഇൻസ്പെക്ടറും എല്ലാം കുട്ടിച്ചൻ്റെ നിർദ്ദേശം അനുസരിച്ച് അത് വളരെ ഭംഗിയാക്കി തീർത്തു. അത് ഈ മാരത്തോണിന് വളരെ ഉണർവ് നൽകി. പിന്നെ അതുകൂടാതെ ഒരു സ്റ്റേഡിയം, ഈ സ്റ്റേഡിയം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിന്തറ്റിക് ആയിട്ടില്ല, സ്റ്റേഡിയം എങ്ങനെയിരിക്കും എന്നുള്ള ഒരു വിഷ്വലി ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു. ട്രാക്കൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ മനോഹാരിത. അപ്പോൾ അത് വളരെ വലിയൊരു എഫോർട്ടാണ്. നമ്മുടെ മാരത്തോണിന് വളരെയധികം ഗുണം ചെയ്തു. ഈ മാരത്തോൺ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഈ വർഷം 8000 രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. സാധാരണ സിറ്റിയിലൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് എല്ലാം ഓൺലൈൻ രജിസ്ട്രേഷനാണ്, നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഗ്രാമത്തിൽ അതിൻ്റെ പരിമിതികളുണ്ട്. ഇപ്പോൾ പല സ്കൂളുകളിലൊക്കെ പോയിട്ട് രജിസ്ട്രേഷൻ സംഘടിപ്പിച്ച് ഇവിടെ വന്നിരിക്കുന്ന 8300 രജിസ്ട്രേഷനിൽ 8000 രജിസ്ട്രേഷനും ഓഫ്ലൈനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 8000 ആ രജിസ്ട്രേഷൻ ഒന്ന് കമ്പൈൽ ചെയ്യണമെങ്കിൽ നമ്മളത് എൻട്രി ചെയ്യണം. അപ്പോൾ ഇത്രയും വലിയൊരു ജോബ് അത് ഗുജറാത്തിൽ 3 ചെറുപ്പക്കാരാണ് അതിന് നേതൃത്വം നൽകിയത്. സിദ്ധാർത്ഥ്, വർഗീസ്, സൗരവ്. അവരുടെ നേതൃത്വത്തിൽ 20ഓളം ആൾക്കാർ ഈ ഡേറ്റ എൻട്രി അതുപോലെ തന്നെ ഈ കിറ്റ് ബിൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. വളരെ സുദൃഢമായ രീതിയിൽ പ്രവർത്തിച്ചു. അവരുടെ സപ്പോർട്ട് നമ്മുടെ നാട്ടിൽ മുതൽക്കോട്ടാണ്. അത് പലരും പേരാവൂരുകാരല്ല, പക്ഷേ ജന്മം കൊണ്ട് പേരാവൂരുകാരല്ലെങ്കിലും കർമ്മം കൊണ്ട് അവരിപ്പോൾ പേരാവൂരുകാരായി മാറിയിരിക്കുകയാണ്. നമ്മളെക്കാൾ കൂടുതൽ എനിക്ക് ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുക്കുന്നുണ്ട്. ഇവിടെയുള്ള സിദ്ധാർത്ഥിൻ്റെ ഫാദർ, ഗുജറാത്തിലെ കാലിക്കറ്റിൻ്റെ ഫാദറാണ് വിനോദ് സിറേഖ്. അദ്ദേഹം വഴിയാണ് നമുക്ക് വാക്കൂറുമായിട്ട് കണക്ഷൻ കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് മിസ്റ്റർ നൗഷാദ്. അപ്പോൾ അങ്ങനെയാണ് വാക്കൂർ ഇവിടെ വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ നന്നായി സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു റെസ്പെക്റ്റും സ്നേഹവും ബഹുമാനവും ഒക്കെ നമുക്ക് കിട്ടി. അദ്ദേഹത്തിൻ്റെ മറ്റ് ഡയറക്ടർമാരെയൊക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വരും വർഷങ്ങളിലും നമ്മുടെ സപ്പോർട്ട് നമുക്ക് ഉറപ്പിക്കാം, അത് കുറച്ചുകൂടി എങ്ങനെ നന്നാക്കാൻ നമുക്ക് ഒന്നിച്ച് പ്ലാൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ഈ പേരാവൂരിലുള്ള കൊച്ചി ഗ്രാമത്തിൻ്റെ ആൾക്കാർ പറയും നമ്മൾ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്പോൺസർഷിപ്പ് കിട്ടും. അങ്ങനെയല്ല അത് ശരിക്കും. അത് അവർക്ക് ഇവിടെ ഒരു ബിസിനസ് കിട്ടിയിട്ടൊന്നും അല്ല വരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പോർട്സിനോടൊരു പാഷൻ, പിന്നെ നാടിനോടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദ ബന്ധങ്ങൾ, പിന്നെ ഈ നാട്ടിൽ ഇത്രയും ആൾക്കാർ അത് വളരെ സന്തോഷത്തോടെ പറഞ്ഞു. ഇത്രയും ആൾക്കാർ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇവിടെ ഈ പൈസ ഇവിടെ മുടക്കി നമ്മളെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു മാരത്തോൺ ഓടുന്ന ആളാണ്. അദ്ദേഹം വളരെ ലേറ്റായിട്ടേ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മാരത്തോണിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാണ്ട് അദ്ദേഹം സമ്മതിച്ച ശേഷം കോയമ്പത്തൂർ മാരത്തോണിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ 28,000 ആൾക്കാരെ പങ്കെടുത്തത്. ആ മാരത്തോൺ 21 കിലോമീറ്റർ അദ്ദേഹം ഓടി. ഇവിടെ വന്ന് നമ്മുടെ മാരത്തോൺ ഓടി 10 കിലോമീറ്റർ. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് അദ്ദേഹം ചെന്നൈയിൽ ഒരു മാരത്തോൺ, അത് 32 കിലോമീറ്റർ ഓടി അദ്ദേഹം. അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കോയമ്പത്തൂർ ചെന്നൈൻ്റെ തലേ ദിവസം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ബോംബെ മാരത്തോൺ അവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വെർച്വൽ മാരത്തോൺ. അപ്പോൾ അവരൊരു ആപ്പ് ഒക്കെ ഇട്ട് കൊടുക്കും, അത് നമ്മുടെ ഫോണിലോ വാച്ചിലോ ഒക്കെ അപ്ലോഡ് ചെയ്ത് ഓടിയാൽ മതി. അപ്പോൾ അദ്ദേഹം ആ ഫുൾ മാരത്തോൺ 48 കിലോമീറ്റർ ഓടി തീർത്തു, 6 മണിക്കൂർ എടുത്തുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ മികവാർന്ന രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് വേറെ സപ്പോർട്ട് തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അദ്ദേഹം പറഞ്ഞു, ഈ സ്റ്റേഡിയം ഒക്കെ നിങ്ങളുടെ സ്വപ്നമാണ്, എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അദ്ദേഹം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ബ്രീഫൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഉറപ്പില്ല, പക്ഷേ അദ്ദേഹം ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ വലിയൊരു സന്തോഷം തരുന്നു. പിന്നെ കുട്ടിക്ക് പറഞ്ഞ പോലെ ഒരു 30-40 റിട്ടയേർഡ് പോലീസ് ഓഫീസേഴ്സ് ഈ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് ഭാഗമായിട്ടുണ്ടായിരുന്നു.
നമുക്ക് ഈ വലിയ മാരത്തോൺ വലുതായി വരുമ്പോൾ സേഫ്റ്റിയാണ് നമുക്ക് ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്ക് സേഫ്റ്റി അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതെ പോയത്. അവരുടെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. നമ്മുടെ മെമ്പർ സിജി ജോണിയായിട്ട് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിരുന്ന വളരെ സുദീർഘമായ സേവനമാണ് ഇവരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പാർക്കിംഗ് സംവിധാനം വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് പ്രവർത്തിച്ചത്. ഒരുപാട് ആൾക്കാർ അവർ കോംപ്ലിമെന്റ്സ് പറഞ്ഞു. അതായത് പാർക്കിംഗ് നമുക്ക് തപ്പിയെടുക്കേണ്ടതിൽ എല്ലാം സിസ്റ്റമാറ്റിക് ആയിരുന്നു എന്നുള്ളത്. നമുക്ക് വേണ്ട ഒരു 5000-ലധികം കുട്ടികൾ തന്നെ പങ്കെടുത്ത്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളുകളിൽ പോവുകയും അവിടെ ഓറിയന്റേഷൻ കൊടുക്കുകയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും വലിയ രജിസ്ട്രേഷൻ കിട്ടിയത്. അവരുടെയൊക്കെ സേവനം വളരെ സുദൃഢമായിരുന്നു. കുട്ടിച്ചൻ പറഞ്ഞു 1000-ന് മുകളിൽ രജിസ്ട്രേഷൻ കൊണ്ടുവന്നു. അത് തന്നെ അദ്ദേഹം 870 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നത്. സർജറി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കുട്ടിച്ചൻ എന്നെ വിളിച്ച് ആദ്യം ചോദിച്ച് രജിസ്ട്രേഷൻ അങ്ങനെ പോകുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു എൻ്റെ കുഴപ്പമില്ല, മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞില്ല, ഞാൻ 1000 പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ എങ്ങനെയായാലും ഞാനത് തീർക്കുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് അതേ കട്ടിൽ കിടന്നുകൊണ്ട് വിളിച്ചിട്ടാണ് ബാക്കി രജിസ്ട്രേഷൻ സംഘടിപ്പിച്ച് 1017 ആക്കിയത്. അതൊരു വലിയ കൈവരി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രതിസന്ധികൾ കാണുമ്പോൾ തളർന്ന് മാറി നിൽക്കുന്ന ഒരു അവസരത്തിൽ എന്ത് വന്നാലും അങ്ങനെയുള്ള ചാലഞ്ചസ് ഏറ്റെടുക്കുന്നതാണ് എൻ്റെ ഊർജ്ജം, എനിക്ക് മുന്നോട്ട് പോകാൻ ഊർജ്ജം തരുന്നുള്ള ഒരു വിശ്വാസം. അദ്ദേഹം പറഞ്ഞതിൽ വലിയ മെസ്സേജ് ഉണ്ട്. നമ്മളവരുടെ റിട്ടയർമെന്റ് പ്രഖ്യാപിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പലരും ഇനി ഞാനൊന്നും അധികം കാര്യത്തിനൊന്നും പോകുന്നില്ല, എടുക്കാടനൊന്നും പോകുന്നില്ല, അങ്ങനെയുള്ള കാര്യം അങ്ങനെ ആൾക്കാർ ചിന്തിക്കുക. അതിനപ്പുറം അദ്ദേഹം പറഞ്ഞതിൽ വലിയ മെസ്സേജ് ഉണ്ട്. ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഇപ്പോഴും ചോർന്നു പോയിട്ടില്ല. അതൊരു വലിയ മെസ്സേജ് ഉണ്ട് അത് തരുന്നത്. അതുകൂടാതെ വലിയൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയ ഗുഡേർത്ത് ഗ്രൂപ്പിന്റെയാണ്. ഗുഡേർത്ത് ഗ്രൂപ്പിന്റെ 25-22 ലക്ഷം രൂപയോളം അവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സ്പോൺസർഷിപ്പ് ഡ്രൈവ് ചെയ്തത്. അവരെ കണക്ട് ചെയ്തതിന്റെ ബാക്കിയാണ് കമ്മ്യൂണിക്കേഷൻ ഒരുപാട്, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സപ്പോർട്ട് വഴിയാണ്, കാരണം അവർക്ക് ആർക്കും കൂടെ ബിസിനസ് താല്പര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. പക്ഷെ ആ ബന്ധം ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു മെമ്പർ വളരെ സൈലന്റ് ആയിട്ട് മെമ്പറാണ് ബിജു പി. അദ്ദേഹം ഗുജറാത്തിലെ ഒരു ഡയറക്ടറാണ്. അദ്ദേഹം പേരാവൂർ സ്വദേശിയാണ്, നമ്മുടെ മെമ്പറാണ്. അദ്ദേഹം ഒരു വാക്ക് തന്നിരുന്നു, ഞാനൊരു 10 ലക്ഷം രൂപയുടെ ടോട്ടൽ ഫണ്ട് സമാഹരിക്കും സ്പോൺസർഷിപ്പ് ഡൊണേഷനൊക്കെ ആയിട്ട്. അദ്ദേഹം ആ പറഞ്ഞ ടാർഗറ്റ് 10 ലക്ഷം രൂപ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വലിയ കൈവരി കൊടുക്കുന്ന കാര്യമാണ്. സ്റ്റാൻലിയുടെ നേതൃത്വത്തിൽ തലേദിവസമൊക്കെ ഒരു പ്രോസസ്സ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഉത്തരവാദിത്തങ്ങൾ അത് ഡീറ്റെയിൽ ചെയ്ത് അവർ എന്താണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്, അവിടെ എന്തെങ്കിലും കുറവുണ്ടോ, അതിന് പുതിയ എന്തെങ്കിലും ചെയ്യേണ്ടതുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ ഡീറ്റെയിൽ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ക്വാളിറ്റി കുറെ കൂടെ മെച്ചപ്പെട്ടത്. ഈ വർഷം കുറെ കൂടെ കുറ്റമറ്റ രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചത്. പക്ഷേ പലരും ഈ ജീവിതത്തിലെ പല തിരക്കുകൾ കാരണം അത് കൃത്യമായിട്ട് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ആൾക്കാർ വന്ന് ബ്രീഫ് എടുത്ത് ഞാൻ ഹെഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ബ്രീഫ് എടുത്ത് കഴിഞ്ഞാൽ അവർ പോയിട്ട് അവരുടെ ടീമിനെ വിളിച്ചുകൂട്ടി അവരുടെ വോളണ്ടിയേഴ്സിനെ വിളിച്ചുകൂട്ടി അവർ ബ്രീഫിംഗ് കൊടുക്കണം. അങ്ങനെ കൊടുത്താലേ നമുക്ക് കുറ്റമറ്റതായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഇപ്രാവശ്യം വന്നിരിക്കുന്ന ചില പാളിച്ചകൾ അതുകൊണ്ട് അത് നമുക്ക് പരിഹരിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. എക്സിക്യൂട്ടീവിലെ എല്ലാ അംഗങ്ങളും വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു. അവരൊക്കെ നല്ല സപ്പോർട്ട് തന്ന പേരാവൂർ മാരത്തോണിന് നന്നായി പ്രവർത്തിച്ച ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ എടുത്തു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒന്ന് മാത്യു സാറാണ്. സ്കൂളുകളുടെ രജിസ്ട്രേഷൻ കൂടാതെ അദ്ദേഹം തന്നെ പേഴ്സണലായിട്ട് 300ഓളം രജിസ്ട്രേഷൻ അത് പ്രവർത്തിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്പിരിറ്റ് ഊർജ്ജമൊക്കെ വന്നു. അദ്ദേഹം കൂട്ടി വേണ്ടി അത് 300 രജിസ്ട്രേഷനോളം പേഴ്സണൽ രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. അപ്പോൾ കുട്ടിച്ചൻ്റെ പുറകെ നമുക്ക് ഒരാളുകൂടെ ഉയർന്നു വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെഡിക്കൽ പാർക്കുമായിട്ട് വളരെ പേരുകേട്ട ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലാണ്. അത് അഭിജോണാണ് അവരുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്ത് വളരെ നല്ലൊരു സേവനമാണ് അവർ തന്നത്. അത് നമ്മൾക്ക് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മാരത്തോണിൻ്റെ ലെവൽ മാറുകയാണ്. അപ്പോൾ അവരുടെ വളരെ സുന്ദരമായിട്ട് സേവനം നമുക്ക് കിട്ടി, ഡോക്ടേഴ്സിൻ്റെ ടീമിൻ്റെയൊക്കെ. പിന്നെ നമ്മൾ ഈ വർഷം ഒരു പുതിയ ആശയം കൊണ്ടാണ് വനിതാ വിംഗ് രൂപീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ചാർജ് ഫ്രാൻസിസ് സാറാണ് കൊടുത്തിരുന്നത്. വളരെ നല്ല രീതിയിൽ ഒരു 30ഓളം വനിതകൾ ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടായിട്ട് മുന്നോട്ട് ബിന്ദു ടീച്ചറുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്നു. അത് ഈ മാരത്തോൺ ഒരുപാട് ഉണർവായി. വരും വർഷങ്ങളിൽ അവർക്ക് കൂടുതൽ റോൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് സ്റ്റാൻലി പറഞ്ഞത്. അത് അവരെ കാര്യപ്രാപ്തിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ പറ്റും. അവർക്ക് അടുത്ത വർഷം ഈ ടീം കുറച്ചുകൂടെ വലുതാക്കി കൂടുതൽ റോളുകൾ നമുക്ക് ഏൽപ്പിക്കാം. പിന്നെ നമ്മുടെ സ്പോൺസേഴ്സ്, ഡോണേഴ്സ് അതൊക്കെ വലിയ സപ്പോർട്ടാണ്. പേരാവൂർ കൊച്ചി ഗ്രാമത്തിൽ ഇങ്ങനെ നടക്കുന്ന ഒരു മാരത്തോൺ നമുക്ക് 14 ലക്ഷം രൂപയുടെ രജിസ്ട്രേഷൻ വഴി കിട്ടുന്നു. ബാക്കി ഈ ഫണ്ട് മുഴുവൻ വന്നിരിക്കുന്നത് സ്പോൺസർഷിപ്പ് ഡൊണേഷൻസ് വഴിയാണ്.
അപ്പോൾ ഈ ഡൊണേഷൻസ് ഞാൻ ഇവിടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ, ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു, എല്ലാവരും 10,000 രൂപയുടെ പെർമിഷൻ ഡൊണേഷൻസ് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. ഈ നാട്ടിൽ പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾ, നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ നമ്മുടെ ആശയം വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് പേര് സഹകരിക്കും. ഞാൻ തന്നെ 10-100 പേരോളം 100ഓളം പേരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതിൽ കുറേ പേര് സപ്പോർട്ട് ചെയ്തു. ഞാൻ തന്നെ എനിക്കൊന്ന് ഞാൻ ബോബിയും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഈ അഞ്ചു ബോബി സ്പോർട്സ് ഫൗണ്ടേഷനിലെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3.25-4 ലക്ഷം രൂപയോളം ഞങ്ങൾ സമാഹരിച്ചു. അത് നമ്മൾ മണി കാണിക്കേണ്ട കാര്യമല്ല, നല്ല കാര്യത്തിന് വേണ്ടിയാണ്, വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. അപ്പം എല്ലാവർക്കും സാധിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പം റഫീഖ് പറഞ്ഞു, സാറേ ഇത്ര എളുപ്പമൊന്നും വിചാരിച്ചില്ല. അദ്ദേഹം ആദ്യം ഒന്ന് കിട്ടി, രണ്ടാമത് ആ ഊർജ്ജ കൊടുക്കുക 2, 3, 4, 5, 6 അങ്ങനെ അദ്ദേഹം കൂട്ടി മുന്നോട്ട് പോയി. അടുത്ത വർഷം കുറച്ചുകൂടെ നേരത്തെ പ്രവർത്തിക്കാൻ പറ്റും, മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈവിഷൻ ചാനൽ വളരെ നല്ല സപ്പോർട്ട് ആദ്യം മുതലേ തന്നു. അവർക്ക് പ്രത്യേകം നന്ദി. നമ്മുടെ എല്ലാ ഈവൻറ്റ്സും വന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ അദ്ദേഹം തോമസ് നമ്മൾക്ക് വളരെ നല്ല സപ്പോർട്ട് തന്നു. പിന്നെ വാട്ടർ സ്റ്റേഷൻസിനൊക്കെ പറഞ്ഞു അവരുടെ രീതിയിൽ സംഘടിപ്പിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഓരോ നാടിനും ഓരോ വാട്ടർ സ്റ്റേഷനും പലരും നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂട്ട് ഡെക്കറേഷന്, സ്റ്റേഡിയം ഡെക്കറേഷന്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു. ഈ ലിസ്റ്റ് വളരെ നീണ്ടതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കൺവീനർ ഡെന്നി ജോസഫ് അവലോകനത്തിൽ പറയും. ഒരു സാക്രിഫൈസാണ് നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരെ ഇല്ലായ്മയിൽ നിന്ന് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് തന്നത്. നമ്മൾ അതിനേക്കാൾ കുറച്ചുകൂടി വലുതാക്കി ഈ ഫൗണ്ടേഷൻ, ഈ സ്പേസ് അടുത്ത തലമുറയ്ക്ക് കൈമാറണം. എല്ലാവർക്കും തിരക്കുണ്ട്, പക്ഷേ കുറച്ച് സമയമെങ്കിലും PSF വേണ്ടി നോക്കി കണ്ട് മാറ്റിവെച്ച് പ്രവർത്തിച്ചാൽ ലോകത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ പറ്റുന്ന ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കും. നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. വാക്കർ ND ശ്രീനിവാസ വളരെ നല്ല ഫീഡ്ബാക്കാണ് തന്നത്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് സ്പോർട്സിനുള്ള താല്പര്യം കൊണ്ടും നമ്മുടെ കൂട്ടായ്മയുള്ള വിശ്വാസം കൊണ്ടാണ്. അദ്ദേഹം എല്ലാ മാരത്തണും ഇപ്പോൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു ഉണർവ് നൽകും. അപ്പോൾ വാക്കർ നമ്മുടെ ടൈം സ്പോർട്സായിട്ട് ഇനി വരും നമുക്ക് വിശ്വസിക്കാം. അതുപോലെ മറ്റ് സ്പോൺസേഴ്സും നമ്മുടെ ചില കമ്പനികളൊക്കെ നമ്മളിങ്ങനെ ഒരു സംരംഭം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു, ഓക്കെ ഞാനൊരു 3 ലക്ഷം അയച്ചേക്കാം. അവർക്കിവിടെ ബിസിനസ് ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മുടെ നാട്ടിലൊരു ഉണർവ് കിട്ടുന്ന അതായത് പേരാവുന്ന ഒരു പേരുണ്ട്. അപ്പോൾ ആ പേര് ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കൂട്ടായ്മ ഇനിയും വളർത്തി വലുതാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാലേ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊരു നമ്മുടെ ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തരുടെയും ജീവിത ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും വേറെ ആൾക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിലും നമ്മുടെ കൂട്ടായ്മയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ വേണം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്ത രീതിയിലല്ല. എന്നിട്ട് എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ഉരുത്തിരിയുന്ന ഏറ്റവും നല്ല ആശയം മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ അപ്പോൾ ഈ കൂട്ടായ്മ വളർത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ആരുടെ ഭാഗത്തുനിന്നും അങ്ങനെ എന്തെങ്കിലും ഒരു മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാതെ നോക്കണം. നമുക്കെല്ലാവർക്കും ഒരേ മനസ്സോടെ ഒരേ ശക്തിയോടെ മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം. നമുക്കറിയാം പ്രസിഡന്റ് പ്രിസൈഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഓരോരുത്തരെയും പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടു. ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മമായി പല മീറ്റിങ്ങുകളും കൂടി അതിന് വ്യക്തമായ രൂപഭാഗം നൽകിയതുകൊണ്ടാണ് നമുക്കത് വിജയിപ്പിക്കാൻ സാധിച്ചത്. താങ്ക് യു സർ, നല്ല വാക്കുകൾക്ക് നന്ദി. ഇന്ന് ഇവിടെ ഈ യോഗം ഒരു പബ്ലിക് ഡൊമൈനിലാണ് ഇത് നടക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. പഞ്ചായത്ത് പ്രതിനിധികൾക്ക് പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് കൂടി ആ വിടവെല്ലാം നികത്തിക്കൊണ്ട് ഈ മാരത്തോണിനെ ഏറ്റവും വിജയിപ്പിച്ച ആളെ എന്നിവിടെ അല്പം മുമ്പ് സാക്ഷ്യപ്പെടുത്തിയ നമ്മുടെ പേരാവൂർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ വികാരിച്ചനാണ് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യുക. നമുക്കറിയാം തിരക്കുകൾ ഏറെയുണ്ട്. നാളെ പെരുന്നാൾ തുടങ്ങുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ പേരാവൂർ തിരുനാൾ അത് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ളതാണ് എന്ന് നമ്മൾ അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ തീർച്ചയായിട്ടും പെരുന്നാളിനൊക്കെ നമ്മളെ ക്ഷണിക്കും. ഈ തിരക്കുകൾക്കിടയിലും അച്ഛൻ ഓടിയെത്തി. ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ മേഖലയിലും മാരത്തോൺ മുമ്പായിട്ട് പള്ളിയിലും അതുപോലെ മീറ്റിങ്ങുകളിലും എവിടെ ആരെ കണ്ടാലും ഈ നമ്മുടെ ഈ മാരത്തോൺ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ട് നിൽക്കണമെന്ന് വെച്ചാൽ പറയുകയുണ്ടായി. അതിൽ നമ്മുടെ ഈ നാടിൻ്റെ പേരും പെരുമയും ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ് എന്ന് നമുക്കറിയാം. നല്ല
മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛനെ ക്ഷണിക്കുക. യൂസഫിൻ്റെ പ്രസിഡന്റ് ശ്രീ ഫ്രാൻസിസ് ജോസഫ്, ബഹുമാനായ കുട്ടിച്ച സാറെ, വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ, ഡെന്നി സാറ്, ഞാൻ അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് ഡെന്നി സാറിൻ്റെ അനൗൺസ്മെൻറ്റ് സ്വരം കേട്ടുകൊണ്ടാണ്. അതുപോലെ സുജീഷ്, പ്രമോദൻ സാറില്ല, ശ്രീ രാജു ജോസഫ്, അതുപോലെ വിവിധ ശ്രീ അനൂപ്, വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ എല്ലാവരെയും അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി അഭിനന്ദിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണ് ഈ ഒരു സായം സന്ധ്യ. കാരണം വലിയൊരു കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും കൂട്ടായ്മയുടെയും പങ്കുവെക്കലിൻ്റെയും ചെറുതായതിൻ്റെയും വലുതായതിൻ്റെയും ഒക്കെ ഒരു റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടു കൂടി ഇവിടെ ഓരോരുത്തർക്കും ഞാൻ പറയും ആ പ്രോഗ്രാം കാണാൻ വന്നവർക്ക് പോലും ഇവിടെ അഭിമാനത്തോടെ വന്നിരിക്കാനായിട്ട് സാധിക്കും. അത്രമാത്രം നമ്മുടെ നാടിൻ്റെ മഹത്വവും കൂട്ടായ്മയും സ്നേഹവും എല്ലാം പങ്കുവെക്കാൻ സാധിച്ച നല്ല ദിവസമായിരുന്നു നമ്മുടെ പേരാവൂർ മാരത്തോൺ നടന്ന ദിനമെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം എന്ന പോലെ ഈ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷനും അതിൻ്റെ പ്രവർത്തനങ്ങളും വന്നുചേർന്നു എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹപ്രദമായ കാര്യമാണ്. 3 കാര്യങ്ങൾക്കാണ് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കും. ഒന്ന്, നമ്മുടെ ഈ നാടിൻ്റെ കൂട്ടായ്മ. ഞാൻ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് ഞാനിവിടെ സ്ഥലമാനം ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛൻ പേരാവൂർ പോകേണ്ട അച്ഛൻ അവിടെ ആളുകളൊന്നും വലിയ കൂട്ടായ്മ ഇല്ലാത്ത അങ്ങനെ കമൻറ്റ് ഞാൻ കേട്ടയാണ്. പക്ഷേ എൻ്റെ അനുഭവം നേരെ തിരിച്ചാണ്. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും, അത് ജാതിമത ഭേദമന്യേ വലിയൊരു കൂട്ടായ്മയുടെ സുഗന്ധം നമുക്കുണ്ട്. ആ കൂട്ടായ്മ അതിന് ഈ നാടിൻ്റെ നന്മ എന്ന് പറയുന്നത്, പേരാവൂരിൻ്റെ തൊണ്ടിയുടെ നന്മ എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ ഉള്ളിടത്തോളം കാലം വലിയ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ പേരാവൂർ മാരത്തോൺ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് തീരേണ്ടതല്ല പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ. അത് ഒരു കാര്യം മാത്രമാണ്. അങ്ങനെ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. യാതൊരു സംശയവും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഈ കൂട്ടായ്മയുണ്ടെങ്കിൽ. അതുകൊണ്ട് എനിക്ക് ആദ്യം നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ഓട്ടത്തിൽ പങ്കെടുത്തവരടക്കമുള്ള മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നത് ഈ കൂട്ടായ്മയുടെ പേരിലാണ്. ഈ കൂട്ടായ്മ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരുപാട് നന്മകൾ ഈ ലോകത്തിന് ഇനിയും സമ്മാനിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഇവിടെയുള്ള സകലരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഒരു സംതൃപ്തമായ മനസ്സോടുകൂടി നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കുന്നത്. നന്നായിട്ട് അധ്വാനിച്ചു ഒത്തിരിയേറെ ആളുകൾ, പേരെടുത്ത് പറയാൻ പോയാൽ ഈ രാത്രി മുഴുവൻ പറഞ്ഞാലും തീർന്നില്ല. എത്രയോ പേർ ഏതെല്ലാം രീതിയിൽ അധ്വാനിച്ചു. ഞാൻ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യാണ്. അതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഈ ഉത്തരവാദിത്വ ബോധമാണ്. നമുക്ക് എത്രയോ സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഇവിടുന്ന് തെറ്റുവഴിക്ക് പോകുന്ന വഴിക്ക് തന്നെ എത്ര എല്ലാവരും എണ്ണയിട്ട യന്ത്രം പോലെ അവരവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി എന്നോട് ആരും പറയാൻ നിൽക്കണം, അല്ലെങ്കിൽ വെള്ളം തീർന്നു പോയി ഇനി ആരും ചോദിക്കണം, ആരോടും ഇല്ല, അങ്ങനെ ചോദ്യം പറച്ചൊന്നുമില്ല. എല്ലാം സ്വന്തം ഉത്തരവാദിത്തം എന്ന പോലെ ഞങ്ങൾ ഒരുമിച്ചാണ് കാപ്പി കുടിക്കാനൊക്കെ പോയത്. നമ്മുടെ ഡിവൈഎസ്പി സാറും ഒക്കെ കൂടി, അതുപോലെ നമ്മുടെ വാക്കൂരിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന നൗഷാദ് സാറിനോട് കുറേയേറെ പേഴ്സണലായിട്ട് സംസാരിക്കാൻ സാധിച്ചു. അദ്ദേഹം ചോദിച്ചൊരു കാര്യം, ഇവർ രണ്ടുപേരും വ്യത്യസ്തമായ ശൈലിയിലാണെങ്കിലും ഒരേ ആശയങ്ങൾ, ഇതെങ്ങനെ സാധിക്കുന്നു ഫാദർ ഈ നാടിന് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം, നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന കുറേ മനുഷ്യർ കൂടിയുണ്ട്. അത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും ഇല്ലാതെ. അപ്പോൾ അവർ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് അവരത് കേൾക്കുകയും പിന്നീട് അതിനെ റിപ്പീറ്റ് ചെയ്ത് പറയുകയും ചെയ്ത്. ഡിവൈഎസ്പിനെ പിന്നീട് ഞാൻ കണ്ടപ്പോഴും ഈ അന്നത്തെ ദിവസത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുകയുണ്ടായി.
എന്തൊരു ആവേശമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായ ആവേശമായിരുന്നു. കൊച്ചത്തിനോട് ഞാൻ തലേന്നേ പറഞ്ഞു, ഞാൻ എന്നെ ഉച്ചയായിട്ട് നോക്കിയാൽ മതി കേട്ടോ. കുറേ പ്രോഗ്രാം പള്ളിയിലുണ്ടായിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് പള്ളിയിൽ ധാരാളം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞുള്ള മുഴുവൻ പ്രോഗ്രാം ഞാൻ ചെയ്തോളാം, അച്ഛൻ ഉച്ച വരെയുള്ള പ്ലാൻ ചെയ്തോളാം പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരു മീറ്റിങ്ങിനോട് ആൾക്കാരോട് കാത്തിരിപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വലിയൊരു ആവേശവും സന്തോഷമായിരുന്നു ആ മീറ്റിംഗ്. അവിടെ ഈ ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ ഇനിയും നമ്മൾ ഒത്തൊരുമയോടെ ചെയ്താൽ ഈ നാടിന് ലോകത്തിന്റെ മുമ്പിൽ ഒരു പുതിയ മാതൃകയും പുതിയ ചൈതന്യവും കൊടുക്കാനായിട്ട് സാധിക്കും. അത് സ്പോർട്സിലൂടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് കൂടുതൽ ദൈവാനുഗ്രഹവും നന്ദിയുമാണ്, ഹൃദയമാണ്. ഈ സമയം ഞാൻ നന്ദിയുടെ ഏതാനും വാക്കുകൾ, ഞാൻ അഭിനന്ദനത്തിന്റെ വാക്കുകളാണ് പറഞ്ഞത്. പാരാ സ്പോർട്സ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റാൻലി സാറിനോട് കൂടുതൽ സംസാരിച്ചത്. അത് കഴിഞ്ഞാണ് പ്രിയപ്പെട്ട ഫ്രാൻസിസ് ബൈജു സാർ വരുന്നത്. എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് ഇവർ രണ്ടുപേരും, പ്രത്യേകിച്ചും ഫ്രാൻസിസ് ബൈജു സാർ. ഞാൻ ആ സംഭവം പറയാം. അദ്ദേഹത്തിന്റെ ശാന്തത എനിക്ക് ആവത്തില്ല. ഇത്രമാത്രം ആളുകൾ കർണാടക പത്ര കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ഇത്രമാത്രം ആളുകൾ ഇവിടെ കൂടുമ്പോൾ ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിൻ്റെതായ സ്ട്രെസ് സ്ട്രെയിനൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ആ മുഖത്ത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. വളരെ ശാന്തതയോടുകൂടി എന്നാൽ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ കൊച്ചുപ്രായത്തിൽ ഞങ്ങളുടെ തീരുമാനം ഒരു സെമിനാരിൽ പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ഒരു ആത്മീയ ചിന്ത കൂടി എന്നെ പഠിപ്പിച്ചു. അതാണ് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ആത്മീയതയുടെ പ്രായോഗികത. ഞാനൊക്കെ ഒരുപാട് ക്ഷമിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം, പൊറുക്കണം എന്നൊക്കെ വാദവനാഥ പ്രസംഗിക്കുക, നന്നായിട്ട് ക്ലാസ് ഒപ്പിച്ച് പ്രസംഗിക്കാനുള്ള പാഠമൊക്കെ എനിക്കൊണ്ട് ക്ഷമിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഈ മാരത്തോണുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാനൊരു തീരുമാനം എടുക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ നമുക്ക് എല്ലാവരെയും ചേർത്ത് നിർത്താം. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമുക്ക് അല്പം പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യവും വ്യക്തികളൊക്കെ ഉണ്ടാകുമ്പോഴും അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരൊക്കെ പ്രതിദാനം ചെയ്ത് ലക്ഷ്യം വെക്കുന്ന നന്മയെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും സംസാരിക്കാനായിട്ട് സാധിച്ചു. എന്നെ ആ രാത്രിയിൽ ഏറ്റവും അസ്വസ്ഥപ്പെടുത്തിയത് അത് തന്നെയാണ്. ഈ ബൈജു സാറിന്റെ ഫോൺ കോളായിരുന്നു തന്നെ. കാരണം ഞാൻ വ്യത്യസ്തമായി ചിന്തിച്ചു. ഞാൻ വൈകുന്നേരം എനിക്ക് വലിയ പ്രയാസമായി. ഒരു വൈദികനായ ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ടതായിരുന്നില്ല, ക്ഷമിക്കേണ്ടതായിരുന്നു, വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിരുന്നു എന്ന് അന്ന് രാത്രി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാരമെല്ലാം മാറിപ്പോയി. കാരണം അത്ര മനോഹരമായിട്ട് സംഭവം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ക്ഷമിക്കേണ്ട അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു വേദി, മറുവശത്തെ എനിക്ക് ന്യായം പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്നുള്ള, എന്നോട് നേരിട്ട് ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞത് നമുക്ക് അവരെ ചേർത്ത് പിടിക്കാം എന്ന് മാത്രമാണ് വൈസ്വാർ പറഞ്ഞത്. അതെന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും എനിക്ക് ഈ മനുഷ്യനോടുള്ള ബഹുമാനം ആദരവും നാൾക്ക് നാം കൂടാൻ കാരണമായി. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് പൊതുവേദി വെച്ച് തന്നെ പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നതും ഇവിടെ വെച്ച് പറയുന്നതും. അത് എന്നെ നല്ലൊരു എഴുതി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാം വിജയിച്ചത് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാനുള്ള ഈ ബൈജു സാർ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹം, അത് ദൈവം തമ്പുരാൻ നൽകുന്ന അനുഗ്രഹമാണ്. ഞാൻ പ്രത്യേകം നന്ദിയോട് ഓർക്കാം. അവിടെ ഡെന്നി സാറ്, അതുപോലെ ഞാൻ പേരെടുത്ത് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. ഡെന്നി സാറിന്റെ അനൗൺസ്മെന്റ് ഞാനിങ്ങനെ അസൂയയോടെ നോക്കി നിൽക്കാറുണ്ട് പലപ്പോഴും. അത് എല്ലാ ലാംഗ്വേജിലും മാറി മാറി വരികയും അവസരത്തിനൊത്ത് പറയുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നന്മയുള്ള കുറേ മനുഷ്യരുടെ കൂട്ടായ്മ നമുക്ക്. ഡെന്നി സാറ് മാത്രമല്ല, മാത്യു സാറ്, ജോണി സാറ്, ഒരുപാട് പേര് കുറേ പേരുണ്ടായിരുന്നു. എനിക്ക് പേര് അറിയാത്തവരുമുണ്ട്. എല്ലാവരുടെയും കൂട്ടായ്മ സംഭവിച്ചത്. അതുപോലെ വാക്കുപോലെ MD നവട്ട്ല സാറ്, ഇത്ര ആവേശമുള്ള മനുഷ്യന് നമുക്ക് ഒരുപാട് പഠിക്കണം. എത്ര ഭാരമില്ലായ്മയോടുകൂടിയാണ് ജീവിക്കും. നമ്മളൊക്കെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് നടക്കുമ്പോൾ എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ കൂളായിട്ട് മാരത്തോൺ ഓടി വന്ന് അതിന്റെ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. എന്തൊരു ആവേശമാണ് മനുഷ്യൻ നൽകിയത്. ഞാൻ ഒത്തിരിയേറെ നേരം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഇനി വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പള്ളിമേടയിൽ വരുന്നപ്പോൾ പറഞ്ഞിട്ടാണ് പോയത്. അന്ന് ഉച്ച കഴിഞ്ഞ് എനിക്കും സമയമില്ലാണ്. സാറിന് അവിടെ മാലൂർ പോകണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് വരാതിരുന്നത്. ഇങ്ങനെയുള്ള കുറേയേറെ മനുഷ്യരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുക. അതുപോലെ മീഡിയാസ്, നമ്മുടെ ഈ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് ഹൈവിഷ്ണു മുതലുള്ള സകല മീഡിയാസ്, അവര് ഈ നാടിൻ്റെ വികാരം തന്നെയാണ്. ഏതൊരു കാര്യം വന്നാലും പുറംലോകത്തെ അറിയിക്കുക എന്നുള്ളത്. അപ്പൊ അവിടെ എല്ലാ മീഡിയ സുഹൃത്തുക്കളും, പ്രത്യേകിച്ച് ഹൈവിഷ്ണു ഞാൻ പ്രത്യേകമായിട്ട് ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ഒത്തിരിയേറെ ആളുകളോട് ഞാൻ പേര് പറയാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കട്ടെ. എനിക്ക് കിട്ടിയ ചില നന്മകളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, കുറേയേറെ നല്ല സൗഹൃദങ്ങളാണ്.
ഞാനത് എനിക്ക് ഒട്ടും നഷ്ടബോധം തോന്നിയില്ല. എനിക്ക് ഓടാൻ പറ്റില്ല, ഓടിയില്ല. പക്ഷേ അന്ന് വന്ന് ഞാനൊരു 10-12 എല്ലാം അവസാന സമയത്താണ് പോയത്. ആ സമയം കൊണ്ട് എനിക്ക് കിട്ടിയ ഏറെ സൗഹൃദങ്ങൾ, അത് കുട്ടികൾ വരെയുണ്ട്. സ്കൂളിൽ പഠിച്ച കുട്ടികൾ വന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒത്തിരിയേറെ ആളുകൾ, അതുപോലെ നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള, അംഗപരിമിതരായിട്ടുള്ള ആളുകളുടെ മത്സരം കഴിഞ്ഞു വന്നാൽ അത് പരിചയമുള്ള കുറച്ച് പേര് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അവരെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത വർഷവും പാവം വിളിക്കണം കേട്ടോ എന്നുള്ളത്. അതിലൊരാൾ എഴുതിയൊരു പുസ്തകമുണ്ട്, ഞാൻ പള്ളിയിൽ വിതരണം ചെയ്യാൻ വേണ്ടി 200 കോപ്പി വാങ്ങി വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് പറ്റുന്നതിൽ എന്തുമാത്രം ഉത്സാഹവും സന്തോഷത്തോടു കൂടിയാണ് അവരൊക്കെ ഇവിടുന്ന് തിരിച്ചു പോയത് എന്നുള്ളത്. അപ്പൊ എനിക്ക് കിട്ടിയ നല്ല സൗഹൃദങ്ങൾ, രണ്ടാമത് ഞാൻ പറഞ്ഞ ഒരു ആത്മീയ പാഠം ബൈസാർ നൽകി. അങ്ങനെ 2 നന്മകൾ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. പിന്നെ എനിക്ക് മനസ്സിലായി അതെന്താന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ ആവേശത്തോടെ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി സ്പോർട്സിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ആരോഗ്യം എവിടെ നിന്നൊക്കെയോ വന്നു കയറും എന്നുള്ളതും രോഗമൊക്കെ ഒന്ന് മാറിക്കൊള്ളും എന്നുള്ളൊരു അനുഭവം കൂടി ഉണ്ടായെന്ന് പറയട്ടെ. മറ്റൊരു കാര്യം, അടുത്ത വർഷത്തേക്കുള്ള ഡേറ്റ് സാർ പറഞ്ഞു. ഇപ്പോൾ ഡേറ്റ് ഉടനെ അനൗൺസ് ചെയ്യും. ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ ഈ ഡേറ്റ് അനൗൺസ് ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ തന്നെ അടുത്ത വർഷത്തേക്കുള്ളത് വൈസാർ പള്ളിമുറിയിൽ കമ്പ 2 പ്രാവശ്യം തന്നെ കണ്ടത്. എന്നിട്ട് നമുക്ക് മറ്റു അസൗകര്യമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ച് എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഈ മീറ്റിങ്ങിനിടയ്ക്ക് ആ ഡേറ്റ് കൂടി നമുക്ക് കിട്ടും എന്നുള്ള കാര്യം വളരെ സന്തോഷകരമായിരുന്നു. അതുകൊണ്ട് അടുത്ത വർഷത്തെ മാരത്തോൺ വേണ്ടി നാളെ മുതൽ, ഇന്നെനിക്കൊന്ന് ഫുഡൊക്കെ ഉണ്ട്, നമുക്ക് സാപ്പാട് കെട്ടുപോയിട്ട് തുടങ്ങാം. നാളെ മുതൽ നമുക്ക് ആരംഭിക്കാം. അപ്പോ എനിക്കുമില്ല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ. കഴിഞ്ഞ വർഷം 10,000 പറഞ്ഞ് എത്തിയത് പേടിക്കൊണ്ടൊക്കെ ആയിട്ട് അടുത്ത വർഷം നമുക്ക് 10,000 എന്തായാലും നമുക്ക് ക്ലോസ് ചെയ്യണം. സാധ്യമാണ് നമുക്ക്. നിങ്ങൾ കൈ അടിക്കുകയാണെങ്കിൽ എല്ലാവരും അടിക്കും. ചുമ്മാ കുറച്ച് പേര് അടിക്കും, നന്നായിട്ട് അടിക്കും. 10,000. അപ്പൊ ഒരു കാര്യം കൂടി, കൈ അടിച്ചവരെല്ലാം അടുത്ത പ്രാവശ്യത്തേക്ക് ഒരു 500 പേരെ വെച്ച് കൊണ്ടുവരികയും ചെയ്യണം. കൈ അടിച്ചാൽ പോരാ. അപ്പോൾ നാളെ മുതൽ നമുക്ക് തുടങ്ങാം. ഇതൊരു ആവേശമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യമുള്ളത്, ഈ വനിതാ വിങ്ങിനെ കുറിച്ച് നമ്മളിങ്ങനെ ഈ കഴിഞ്ഞ മീറ്റിംഗ്, കഴിഞ്ഞ 2-3 മീറ്റിംഗ് മുമ്പ് വരെ ഇവിടെ അനൗൺസ് ചെയ്യുമ്പോൾ അഡ്രസ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ അതിന് പറ്റത്തില്ല, പ്രിയപ്പെട്ട സഹോദരിമാരെന്ന് കൂടി പറയണം. കാരണം വനിതാ വിങ് തുടങ്ങിക്കഴിഞ്ഞു. അവർ വളരെ ആവേശത്തോടെ വരികയുണ്ടായി. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇത് കുറേശ്ശെ വളർന്നുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ആശയം മുമ്പോട്ട് വെക്കുക. വനിതാ വിങ് മാത്രം പോരാ, ഒരു യൂത്തിന്റെ വിങ് കൂടി നമുക്ക് വേണം. അത് ഞാൻ ഒരിക്കലും ഇവിടെ ഒരു മീറ്റിംഗ് പറഞ്ഞിരുന്നു. ഇപ്പൊ നോക്കിയാൽ നമുക്ക് കുറച്ച് പേരുടെ ഉണ്ട്. അന്നത്തെ മീറ്റിങ്ങിൽ ചെറുപ്പക്കാരും ഇല്ലായിരുന്നു, കുറച്ച് കുട്ടികളുമുണ്ട്. അപ്പൊ യൂത്ത് വിങ് വേണം, കുട്ടികളുടെ വിങ് അത് വേണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത് നമ്മളൊക്കെ ഇങ്ങനെ പ്രായം കൊണ്ടും പ്രകൃതിയുടെ നിയമങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും ഒരിക്കലും ഈ PSF എന്ന് പറയുന്ന സംഘടന ഇവിടെ അസ്തമിക്കാൻ പാടില്ല. അത് നമ്മൾ കുറച്ച് പേരൊക്കെ സീനിയേഴ്സ് മാറി വന്നു കഴിഞ്ഞാൽ അടുത്തത് ഇതിലും ഊർജ്ജസ്വലതയോടെ വരിക. അത് കഴിയുമ്പോൾ കുട്ടികൾ അതിലും ഊർജ്ജസ്വലതയോടെ വരിക. അങ്ങനെ തലമുറകൾ കൈമാറി ഈ PSF ഈ നാടിൻ്റെ ഒരു നന്മയുടെയും നാടിൻ്റെ വികസനത്തിൻ്റെയും ഒക്കെ ഒരു അനുഗ്രഹമായി കാരണമായി മാറണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ സ്റ്റേഡിയം ഇത്ര മനോഹരമായിരിക്കുന്നു. ആദ്യമായിട്ട് അന്ന് എന്തിനാണ് നമ്മുടെ ഈ ഇടവകയിൽ തന്നെയുള്ള, അല്ലെങ്കിൽ ഈ നാട്ടിൽ തൊണ്ടിയുടെ ബൗണ്ടറിയിൽ താമസിക്കുന്ന, പേരാവിന്റെ ബൗണ്ടറിയിൽ താമസിക്കുന്ന ഒരുപാട് ആളുകൾ അന്ന് ആദ്യമായിട്ട് സ്റ്റേഡിയം കൊണ്ടവരുണ്ട്. അവരൊക്കെ ഇത്രയും നന്നായോ? നിങ്ങളുടെ രജിസ്ട്രേഷന്റെ കൂടി പങ്കിനകത്തുണ്ടെന്ന് ഞാൻ പറയുകയുണ്ടായി. രജിസ്റ്റർ ചെയ്യാത്തതായിരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഈ കാണുമ്പോൾ ഒരു ആവേശമാണ്. അപ്പോൾ അടുത്ത വർഷം വരുമ്പോഴേക്കും കുറേ കൂടിയൊക്കെ മാറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ വരും വർഷങ്ങളിൽ നമുക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടല്ലോ അതിനകത്ത്, അതുപോലെ വരികയും ഇത് വളരെ മനോഹരം, ഈ പ്രദേശത്തെ ഏറ്റവും നല്ല സ്റ്റേഡിയമാക്കി നമ്മൾ മാറ്റണം. ഞാനിത് പറഞ്ഞത് അത് സാവകാശം ആയിക്കോളും. ഞാൻ പറഞ്ഞത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട നമ്മളിത് ഉപയോഗിക്കണം. ഒന്ന് നടക്കാൻ വന്ന് നോക്കി, രാവിലെയോ വൈകുന്നേരമോ എന്ത് രസം. ഒത്തിരിയേറെ ആളുകൾ നടക്കുന്നുണ്ട്. ഞാൻ രാത്രിയിൽ നടക്കുന്ന കണ്ടിട്ട്, രാവിലെ വരാൻ വേണ്ടി പറ്റത്തില്ല, പള്ളിയിലെ ചടങ്ങുകളുള്ളതുകൊണ്ട് രാത്രിയിൽ ഞാൻ വല്ലപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരുവാണെങ്കിൽ വണ്ടി ഇവിടെ കൊണ്ട് വെക്കാറുണ്ട്, ഇല്ല നടക്കാറുണ്ട്. 1 പ്രാവശ്യം നടക്കും. ചിലപ്പോൾ ആരും അറിയില്ല, പാലിഷ് നടക്കാൻ ആരും അറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നോക്കി നിന്നൊക്കെ പോരാറുണ്ട്. എന്ത് ആവേശമാണ്, എന്ത് രസമാണ്. നമുക്ക് നല്ല ആരോഗ്യം കിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റേഡിയം നന്നായിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കണം എന്നുള്ള കാര്യം കൂടി. പിന്നെ ആരോ ഇങ്ങനെ പ്രസംഗം പറഞ്ഞപ്പോൾ 1, 2, 3 പേരല്ല പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞതിനെ കുറിച്ച്, ആശയപരമായ സംഘർഷങ്ങളെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മൾ
വ്യത്യസ്തമായി ചിന്തിക്കുന്നവരും വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരാണ്. പക്ഷെ ആശയപരമായ സംഘർഷം നമുക്ക് ഉണ്ടായിക്കോട്ടെ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അത് വ്യക്തിപരമായ സംഘർഷത്തിലേക്ക് പോകരുത്. വ്യക്തിപരമായ ആശയപരമായ സംഘർഷം ഉണ്ടാകുമ്പോഴും വ്യക്തിപരമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രസ്ഥാനത്തെയും ഈ നാടിനെയും നമുക്ക് ഓരോരുത്തരും കൂടി ജീവിക്കാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും നല്ല തെളിവാണ് തെരഞ്ഞെടുപ്പിന്റെ ചെറിയ പിരിമുറുക്കവും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിച്ചില്ല. വളരെ ശാന്തമായിട്ട് അത് നിങ്ങൾ അറിയാതെ ഒരു പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണ് ആശയപരമായ സംഘർഷങ്ങൾ ഉള്ളപ്പോഴും അതെല്ലാം ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തു സൂക്ഷിക്കാനും വ്യക്തിപരമായ ബന്ധങ്ങൾ വളരെ പവിത്രമായി കാത്തു സൂക്ഷിക്കാനും നമുക്ക് സാധിക്കുന്നു. അപ്രകാരമായി തീരട്ടെ. അങ്ങനെയാണെങ്കിൽ പേരാവൂരിന്റെ പുതിയ ചിത്രം നമുക്ക് ലോകത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ മാരത്തോണ്ട് അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഒരു കാര്യം കൂടി, നമ്മുടെ പള്ളിയുടെ തിരുനാൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 1 വരെ. അത് 29, 30, 31, 1 തീയതികളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകൾ വരുന്നത്. എല്ലാവരെയും PSFന്റെ മുഴുവൻ മെമ്പേഴ്സിനെയും ഞാൻ സ്നേഹപൂർവ്വം പള്ളി തിരുനാളിൽ ക്ഷണിക്കുന്നു. ഇത് പള്ളിയിലെ അച്ഛൻ്റെയും പള്ളിക്കാരുടെയും മാത്രം പരിപാടി, ഇത് നാടിൻ്റെ ഉത്സവമാണ്. അതുകൊണ്ട് എല്ലാവരും വന്ന് സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അടിക്കുക കഴിയുന്നില്ല, ബുദ്ധി കാണിക്കുന്നത്. ഈ കൂടുതൽ പണ്ട് പറഞ്ഞൊരു കാര്യം കൂടി, നമ്മുടെ നാട്ടിലൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ആ ക്ഷേത്രമൊക്കെ അതിന് പണ്ടത്തെ ഉത്സവം ഞാൻ കൂടിയിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെങ്കിൽ അതിൻ്റെ ഉത്സവമൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തുകൊണ്ട് വന്ന് ഈ നാട് നമുക്ക് നല്ലൊരു വൈഭവമാക്കി തീർക്കണം. അങ്ങനെ പേരാവൂര് തൊണ്ടിയൊക്കെ ഈ പ്രദേശം നല്ല മതസൗഹാർദ്ദത്തിൻ്റെയും മാനുഷികതയുടെയും മാനവികതയുടെയും കൂട്ടായ്മയുടെയും വികസനത്തിൻ്റെയും സ്പോർട്സിൻ്റെയും പരസ്പരം അംഗീകാരത്തിൻ്റെയും ഒക്കെ ഒരു നാടായി വളർത്തിക്കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് ആവത് നമ്മൾ ചെയ്യണം. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആദ്യം വന്ന് ഏറ്റവും അവസാനം പോയ ഒരാളാണ് അച്ഛൻ. അത് അവിടെ ഈ സമാധാനം കൊടുത്തപ്പോഴുള്ളവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അച്ഛൻ നന്നായിട്ട് വിലയിരുത്തി വ്യക്തിപരമായി മാത്രമല്ല സാമൂഹികമായിട്ടൊക്കെ നമുക്കുണ്ടാകുന്ന പരിവർത്തനങ്ങളെക്കുറിച്ച് അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ ഈ മാരത്തോണിനെ കുറിച്ച് വിശദമായ ഒരു അവലോകനം നടത്താൻ ഏറ്റവും അർഹതപ്പെട്ട ആൾ നമ്മുടെ ഡെന്നി ജോസഫ് സാറാണ്. അദ്ദേഹത്തെ അടുത്തറിയുന്നത് ഒരു പ്രൊഫഷണലിസം കൈമുതലാക്കി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം അതുകൊണ്ട് അദ്ദേഹം ഒരു നല്ല ട്രെയിനറാണ്. ഒരുപാട് സംഘടനയ്ക്ക് ചൊക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മീറ്റിങ്ങുകളിലും വളരെ വൈകിട്ട് കാര്യങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിന് ഏറ്റവും പാകപ്പെട്ടയാളെ കണ്ടെത്തി അവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് കൊണ്ടാണ് അച്ഛൻ പറഞ്ഞതുപോലെ എണ്ണയിട്ട യന്ത്രം പോലെ നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. കുട്ടിച്ച സാറിൻ്റെ അസാന്നിധ്യത്തിൽ അനേക ദിവസങ്ങൾ ഉറക്കളച്ച് രാവും പകലും ഇല്ലാതെ മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്ത് ഓഫീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഇത് വിജയമാക്കിയതിൽ അദ്ദേഹത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട്. നല്ലൊരു കൈയടി പ്രസിഡന്റ് പറഞ്ഞതാണ്. എങ്കിലും കൂടി ഞാൻ അത് പറയുകയാണ്. അദ്ദേഹം ഈ നമ്മുടെ മാരത്തോൺ വിജയകരമാകുന്നതിന് നിദാനമായ കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുകയാണ്. താങ്ക് യു. ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫൗണ്ടർ സ്റ്റീവ് ജോബ്സ് പറഞ്ഞു, വി ആർ ബോൺ ടു മേക്ക് എ ഡെന്റ് ഓൺ ദിസ് പ്ലാനറ്റ്. നമ്മൾ ജനിച്ചിരിക്കുന്നത് ഈ ലോകത്ത് ഒരു ചടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. 2013 പെരാവൂർ യൂത്ത് ചേംബറിന്റെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, യു ആർ ബോൺ ടു മേക്ക് എ ഡെന്റ് ഓൺ ദിസ് പ്ലാനറ്റ്. യൂത്ത് ചേംബറിന്റെ പലരും കൂടി ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് ചെളുക്ക്? അന്ന് പറഞ്ഞ വാക്കിന്റെ തുടർച്ചയാണ് പേരാവൂർ മാരത്തൺ വിടാൻ ഇടയായതും ഇപ്പോൾ ഇവിടെ നമ്മൾ ഒന്നായിരിക്കുന്നതും. കാരണം അവർ 2013 മുതൽ മാരത്തൺ ഓടാൻ പോകുമ്പോൾ അവരുടെ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു സ്വപ്നമാണ് പിന്നീട് 2017 ഇവിടെ സഫലമായത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. 3 കാര്യങ്ങളിൽ. ഒന്ന്, 2 മാസം കുട്ടിച്ച സാറ് ബ്രേക്ക് എടുത്തപ്പോൾ എനിക്ക് ഉത്തരവാദിത്വം കൂടി. അപ്പോൾ സെക്രട്ടറി ഇൻചാർജ് എന്ന ഡ്യൂട്ടി ഞാൻ ഇന്നിവിടെ ഒഴിയുകയാണ്. ഞാനിത് താക്കോല് കുട്ടിച്ച സാറിന് കൈമാറുകയാണ്. അപ്പോൾ ഞാൻ ഫ്രീ ആയി. താങ്ക് യു. കുട്ടിച്ച സാർ വീണ്ടും ഓഫീസിലേക്ക് തിരിച്ചെത്തിയത്. രണ്ടാമത്തത്, വാക്കൂർ പേരാവൂർ മാരത്തണിന്റെ കൺവീനർ എന്ന കുപ്പായം ഞാൻ ഇന്നിവിടെ അടിച്ചു വെക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും അടുത്ത വർഷത്തെ കൺവീനർ. അതാരായിരിക്കണമെന്ന് നിങ്ങളുടെ പ്രവൃത്തി പരിചയവും കാര്യങ്ങളിലൊക്കെ
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്ന് നമ്മൾ കേട്ടത് മുഴുവൻ നന്ദിയുടെയും അഭിനന്ദനത്തിൻ്റെയും വാക്കുകൾ മാത്രമാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചതെല്ലാം നന്ദിയുടെ വാക്കുകളാണ് കൂടുതൽ ഉപയോഗിച്ചത്. അഭിനന്ദിക്കുകയായിരുന്നു. നമ്മൾ പരസ്പരം ഷോണില് തട്ടിപ്പറഞ്ഞു, യെസ് വി ഡിഡ് ഇറ്റ് ടുഗദർ. എങ്കിലും കുറച്ച് കാര്യങ്ങൾ അവലോകനം എന്ന ഒരു ദൗത്യം ഞാനിവിടെ നിന്ന് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്ന മാതിരി നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചു. പക്ഷെ കുറച്ചുപേർ ജൂലൈ മാസത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിവിടെ ഇരിക്കുന്ന 99% ആൾക്കാർക്കും അറിയുന്നില്ല. ഇതിലാദ്യം പ്രവർത്തിച്ചു തുടങ്ങിയത് ഒരു IT ടീമാണ്. വെബ്സൈറ്റ് റിന്യൂവൽ മുതൽ ആരംഭിച്ചു. അന്ന് മുതൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു IT ടീമിന്റെ പുറകിൽ ഒരു മാർക്കറ്റിംഗ് ടീം പ്രവർത്തിച്ചു തുടങ്ങി. ഏകദേശം 10ഓളം വരുന്ന അംഗങ്ങളാണ് ഈ ടീമിലുണ്ടായിരുന്നത്. അതിവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും അറിയില്ല. സെപ്റ്റംബർ 13-നാണ് നമ്മൾ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. അതോടുകൂടി ഇവിടെ ഇരിക്കുന്ന മെമ്പേഴ്സിൽ 54 പേര് പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോഴും ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവർ അറിയുന്നില്ല സംഭവിച്ച കാര്യങ്ങൾ. അതിനുശേഷം ഡിസംബർ മാസത്തോടുകൂടി ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സഹകരിച്ചതിന്റെ ഫലമാണ് നമ്മുടെ ഈ സ്വപ്നം ഒരു പൂർണ്ണതയെത്തില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അടുത്തിരിക്കുന്ന ആളുടെ ഷോണിലേക്ക് തട്ടിയിട്ട് പറയണം, യെസ് വി ഡിഡ് ഇറ്റ് ടുഗദർ. ഒരു നല്ല പ്രോത്സാഹനം കൊടുത്ത് അടുത്തിരിക്കുന്നവർക്ക് ഒരു കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു. നമ്മൾ ഒന്നിച്ച് ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അടുത്തിരിക്കുന്ന ആളെ ഷോണിൽ തട്ടി ഒരു നന്ദിയുടെ വാക്ക് പറഞ്ഞു, താങ്ക് യു എന്നൊരു വാക്ക് പറഞ്ഞു. യെസ് വി ഡിഡ് ഇറ്റ് ടുഗദർ. 8303 രജിസ്ട്രേഷനിൽ വന്നത്. അതിന് 3055 10 കിലോമീറ്റർ ഓടിയത്. 5248 പേര് 4 കിലോമീറ്റർ. ഏകദേശം 5545 സ്റ്റുഡൻസ് കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത്. കുട്ടികളെന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വർഷം നമ്മൾ 100 രൂപയ്ക്കാണ് രജിസ്ട്രേഷൻ നടത്തിയ കുട്ടികൾക്ക്. അപ്പോൾ 100 രൂപയ്ക്ക് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരാൾ ഓടുമ്പോൾ 320 മുതൽ 340 രൂപ വരെ ചിലവുണ്ട് എന്ന്. അപ്പോൾ ഒരു കുട്ടി രജിസ്റ്റർ ചെയ്തപ്പോൾ നമുക്ക് 240 രൂപ എക്സ്ട്രാ ചിലവ് വന്നു. അപ്പോൾ നമ്മൾ ഇപ്പം കണക്ക് ഇതിന് പുറത്ത് വായിക്കും. അപ്പോൾ നമുക്കറിയാം ഒരു വലിയ എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ എമൗണ്ട് ചിലവുമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാൾ ഓടിയെങ്കിലും കുട്ടികളുടെ എണ്ണം കൂടിയത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കുറവ് വന്നിട്ടുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ മാരത്തണിന്റെ വിജയത്തിന് ശ്രമിച്ച കുറച്ച് ആൾക്കാരുണ്ട്. പേരെടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ് ഫ്രാൻസിസ് ബൈജു ജോർജ്, സ്റ്റാൻലി ജോർജ്, ബോബി ജോർജ്, സിദ്ധാർത്ഥ്, ബിജു പത്രോസ്. ഇവരാണ് കൂടുതൽ സ്പോൺസർഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന കുറേ മെമ്പേഴ്സ് വെൽ വിഷേഴ്സായി പ്രവർത്തിച്ചുകൊണ്ട് ഏകദേശം 9 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒത്തിരി അഭിനന്ദനം അറിയിക്കുന്നു. ഒന്നിച്ച പ്രവർത്തനത്തിന്റെ ഫലമാണ്. കണ്ടിരുന്ന നിലയിൽ പേരുകൾ എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം 800 രജിസ്ട്രേഷൻ കഴിഞ്ഞ് കുട്ടിച്ചി സാർ അഡ്മിറ്റായി. അത് കഴിഞ്ഞ് സംസാരിക്കാനായി ഫോൺ എടുത്തിട്ട് വിളിച്ചു ചോദിച്ചു, എൻ്റെ കുട്ടികൾ അങ്ങോട്ട് വരും, എൻ്റെ 1017 രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്, കുറച്ച് ഫോമുകൾ കൊടുത്തു വിടണമെന്നാണ്. ഞാൻ ഉടനെ ആ കൊച്ചിൻ്റെ ഫോൺ മേടിച്ച് കുട്ടിസാറിനെ വിളിച്ചു, സാറേ മതി, നമ്മുടെ കപ്പാസിറ്റി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ കൊടുത്ത ഫോം തിരിച്ചു മേടിച്ച് വെച്ചിട്ടാണ് ഈ പറഞ്ഞ, അല്ലെങ്കിൽ 8500 മുകളിൽ പോയതിനെ ഞാനായിട്ട് കൺവീനർ സ്ഥാനത്തോട് ഞാനായിട്ട് തീരുമാനമെടുത്ത് 8300 നിർത്തിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും MFAയുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. MFAയുടെ കുട്ടിച്ചി സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായ രജിസ്ട്രേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് തങ്കച്ചൻ കോക്കാട്ട് ഒത്തിരി വ്യക്തിപരമായിട്ട് രജിസ്ട്രേഷൻ കൊണ്ടുവന്നു. ഓ മാത്യു സാറ്, വെന്നി ഫ്രാൻസിസ്,
കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഇത് എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവന്ന രജിസ്ട്രേഷൻ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പേരുകൾ എടുത്തു പറഞ്ഞത്. പിന്നെ നമ്മുടെ സ്റ്റേഡിയം ഭംഗിയാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച കുട്ടിസാറിൻ്റെ ടീമാണ്, MFA ടീമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, അതിന് അവിടെ ഗ്രൗണ്ടിൽ നമ്മുടെ പോളേറ്റിലൊക്കെ ഒത്തിരി നേരം നിന്നിട്ട് ഞാനിവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു പോയത്. അപ്പോൾ ഒരു 1:30-2 മണിയാകുമ്പോഴത്തേക്ക് കറുത്ത് കരുവാടിച്ച മുഖമായിട്ട് പോളേറ്റിനും ബിനു ഒക്കെ അവിടെ വരുമ്പോഴത്തേക്ക് സങ്കടം തോന്നും. കാരണം ഞാൻ ഓഫീസിലിരുന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുമായിരുന്നു. കാരണം വെയിലത്ത് നിന്ന് പണിയെടുപ്പിച്ചിട്ട് വരുമ്പോഴത്തേക്ക് കുട്ടിസാറിൻ്റെ പിള്ളേർ കരുവാളിച്ച മുഖമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്ന രംഗം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇത് ഭംഗിയായിട്ട് പോയത്, യാതൊരു സംശയമില്ല. അപ്പോൾ MFAക്ക് മോർണിംഗ് ഫൈറ്റേഴ്സ് എൻഡ്യൂറൻസ് അക്കാഡമിക്ക് ഒരു സൂപ്പർ കൈകൊണ്ട് കൊടുക്കണം. അതുപോലെ ജിമ്മി ജോർജ് അക്കാഡമിയിലെ കുട്ടികൾ ജേഴ്സി വരുമ്പോഴും എണ്ണാനും അടുക്കി വെക്കാനും ഒക്കെ സഹായിച്ച ഒരു കൂട്ടമാണ് ജിമ്മി ജോർജ് അക്കാഡമിയിലെ കുട്ടികൾ. കുറച്ച് കുട്ടികൾ ഇവിടെയുണ്ട്, അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കുട്ടികൾ ഇവിടെ അവർക്ക് നല്ലൊരു കൈകൊണ്ട് കൊടുത്തേ പ്ലീസ്. താങ്ക് യു. പിന്നെ എടുത്തു പറയേണ്ടത് ഗുഡ് എർത്ത് ടീമാണ്. 8300 രജിസ്ട്രേഷൻ വന്നു. അതിൽ 8100 രജിസ്ട്രേഷൻ ഫോമും എൻ്റെ കൈവഴിയാണ് പോയത്. ഞാൻ എടുത്തു കൊണ്ടുപോയി ഗുഡ് എർത്തിനെ ഏൽപ്പിക്കുകയാണോ. പ്രത്യേകിച്ച് സൗരവും ടീം കൂടി ഉണ്ടോ? ഗുഡ് എർത്ത് ടീം കൂടി ഉണ്ടോ? അവർ വരേണ്ടതാണ്, വന്നിരുന്നു, ഞാൻ കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ രജിസ്ട്രേഷൻ ഫോം അവരാണ് ചെയ്ത്. ഗുഡ് എർത്ത് ടീമിന് നല്ലൊരു കൈകൊണ്ട് കൊടുക്കണം പ്ലീസ്. താങ്ക് യു. അതോടൊപ്പം തന്നെ പുലരി ക്ലബിൻ്റെ ആൾക്കാർ കൂടി ഉണ്ടോ? ഉണ്ട്. ഞാനൊരു പ്രത്യേകത കണ്ടത്, ഇന്ന് ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, PSF മെമ്പേഴ്സിൻ്റെ ജനറൽ ബോഡി ആയിരുന്നു. എടുത്തു പറഞ്ഞൊരു പേരാണ് പുലരി ക്ലബ്. കാരണം പല ക്ലബുകളും നമ്മളിവിടെ ഉണ്ട് എങ്കിലും കൃത്യമായിട്ട് ബ്രീഫിങ്ങിന് വരികയും 2 ദിവസം മുമ്പ് വന്നിട്ട് പാർക്കിംഗ് ലോട്ട് മുഴുവൻ വരച്ച് അടയാളപ്പെടുത്തി എത്ര വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവർ എണ്ണം മുൻകൂട്ടി തന്നു. അപ്പോൾ ആ ഒരു ടീം എഫർട്ട് ഉണ്ടല്ലോ, അതിനെ പുലരി ക്ലബിന് നല്ലൊരു കൈകൊണ്ട് അവർ അറിയിക്കുന്നു, നല്ലൊരു കൈകൊണ്ട് കൊടുക്കുന്നു. റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സ് ഇവിടെ വന്നു കാണുമെന്ന് വിചാരിക്കുന്നു. എത്തിയിട്ടുണ്ടോ? പോലീസ് ഓഫീസേഴ്സ് റിട്ടയർഡ് ടീം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അവരും നമ്മുടെ റോഡിലുള്ള ട്രാഫിക് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്ത് അവരാണ്. ഈ പ്രാവശ്യം അവർ വെൽ എക്യുപ്ഡ് ആയിരുന്നു. അവരുടെ വലിയ ടീം 30ഓളം പോലീസ് ഓഫീസിന്റെ വലിയ ടീം ഉണ്ടായിരുന്നു. അഭിനന്ദനം അറിയിക്കുന്നു. അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു കൈകൊണ്ട്. പിന്നെ നമ്മുടെ പോലീസ് ടീം 2017 മുതൽ പേരാവൂർ മാരത്തണിൽ ഞാൻ മുൻപന്തിയിൽ തന്നെ ഓർഗനൈസിംഗ് ടീമിലുണ്ട്. ഇതുവരെ നൽകാത്ത വലിയ ഒരു സപ്പോർട്ടാണ് പോലീസ് ഫോഴ്സിൽ നിന്ന് കിട്ടിയത്. 4 പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ജീപ്പ് വാഹനങ്ങളുണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. അവരുടെ വലിയ സപ്പോർട്ട്, അവരുടെ പ്രസൻസ് വളരെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ DYSP സാറിനും ടീമിനും വലിയൊരു സൂപ്പർ കൈ കൊണ്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, അതിൻ്റെ കുറച്ച് ടീം അംഗങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രത്യേക നന്ദി അറിയിക്കുകയാണ് ഞാൻ. ഒരു നല്ല കൈ കൊണ്ടിട്ടുണ്ട് ഫയർ ആൻഡ് സേഫ്റ്റി. ചാനൽ പാർട്ട്ണർ ഹൈവിഷൻ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു, MOU. അന്ന് മുതലല്ല, അതിന് മുൻപ് മുതൽ ഓരോ കാര്യത്തിലും ഓരോ ചെറിയ ഇവന്റ് പോലും കവർ ചെയ്യാൻ വേണ്ടി ഹൈവിഷൻ ടീം എന്നും കൂടെ ഉണ്ടായിരുന്നു. ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കാര്യങ്ങൾ എത്തിക്കുവാനും അവർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈവിഷന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പാർക്കിങ്ങും സിജി ജോണിയുടെ നേതൃത്വത്തിലുള്ള ട്രാഫിക് അറേഞ്ച്മെന്റ്, അതുപോലെ തന്നെ രമേശ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പാർക്കിങ്ങും നല്ല രീതിയിൽ സജ്ജീകരിച്ചു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മുടെ മാരത്തൺ ഭംഗിയായി നടന്നു എന്ന് ഞാൻ പറയും. നല്ല കൈകൊണ്ട് കൊടുക്കുക അച്ഛന്മാരെ, നമ്മൾ കൈകൊണ്ടുക. പിന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ, പലപ്പോഴുമായിട്ട് മാരത്തണിന്റെ കാര്യമായിട്ട് അച്ഛനെ കാണാൻ പോകുമ്പോഴും എപ്പോഴും ഊർജ്ജമാണ്. അച്ഛൻ അന്ന് പറഞ്ഞ 10,000 അപ്പോഴും എന്നെ ചങ്കടിക്കുകയാണ്. മുടിൽ സാറ് റെസ്റ്റിലാണ്, 10,000 ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന്. ഞാൻ പ്രസിഡന്റ് പറയും നമുക്ക് നിർത്താം എന്നുള്ളത്. അച്ഛന് 10,000 ഞാൻ അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും തുടർച്ചയായി ഞായറാഴ്ച അനൗൺസ്മെന്റ് ചെയ്ത് ഈ പെരാവൂരുള്ള തൊണ്ടിഭാഗത്തുള്ള 1400 കുടുംബങ്ങൾക്ക് കൊടുത്ത്
ദിവസം പാർക്കിംഗ് പോലും എവിടെ ചെയ്യണം, നിങ്ങളുടെ ഗേറ്റുകൾ തുറന്നിടണം എന്ന മെസ്സേജ് ഒക്കെ കൊടുത്തുകൊണ്ട് പേരാവൂർ ഇടവകയുടെ വലിയൊരു സപ്പോർട്ട് കിട്ടി, യാതൊരു സംശയമില്ല. അതുകൊണ്ട് പേരാവൂർ ഇടവകയ്ക്കും അച്ഛനും പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മൾ ഏകദേശം 42,80,000 രൂപ മാരത്തന്റെ ഭാഗമായിട്ട് പേരാവൂർ തൊണ്ടി മേഖലയിൽ ചെലവഴിച്ചു. എനിക്ക് 5 പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കോ PSFനോ നമുക്ക് കിട്ടിയിട്ടില്ല. ചെലവാക്കിയിരിക്കുന്ന പൈസ മുഴുവൻ പേരാവൂരുള്ള ബിസിനസ്സുകാർക്കും പേരാവൂരിലുള്ള ആൾക്കാരുടെ അവർ ചെയ്ത സർവീസിന് പേയ്മെന്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശത്ത് നിന്നും വെൽവിഷേഷനിൽ നിന്നും നമ്മൾ സമാഹരിച്ച ഈ തുകകൾ കംപ്ലീറ്റ് ചെലവഴിച്ചത് പേരാവൂർ തൊണ്ടി മേഖലയിലാണ്. അപ്പോൾ നമ്മുടെ എക്കോണമി യാതൊരു സംശയമില്ല ബൂസ്റ്റ് ആയിട്ടുണ്ട്. അന്നേ ദിവസങ്ങളിൽ ഇവിടെ സ്റ്റേഷനറി കട മുതൽ ഹോട്ടൽ റൂംസ് എല്ലാം ബുക്ക്ഡ് ആയിരുന്നു. അപ്പോൾ പൈസ ഇവിടെ വരികയും, അപ്പോൾ പേരാവൂരിന്റെ നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തൊണ്ടി ഏരിയ അല്ലെങ്കിൽ ഈ ഏരിയയുടെ നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൈസ ഇവിടെ ചെലവഴിക്കപ്പെടണം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ വരുമ്പോൾ, വലിയ തുക ഇവിടെ ചിലവാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു എൻകറേജ്മെന്റ് നമ്മുടെ എക്കോണമിക്ക് കിട്ടും, യാതൊരു സംശയവുമില്ല. നമ്മുടെ ടൈറ്റിൽ സ്പോൺസറായിരുന്ന വാക്രൂവുമായി ബന്ധപ്പെട്ട ശേഷം സമാരിറ്റൻ പാലിയേറ്റീവ് കെയർ ശ്രീകണ്ഠാപുരം വീൽ ചെയർ അംഗങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ മാരത്തണിൽ പങ്കെടുത്തു. ഇങ്ങനെ ഇവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വാക്രൂ 10 വീൽ ചെയർ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് മാരത്തണിൽ പങ്കെടുക്കാൻ വേണ്ടി അവരിവിടെ എത്തിയിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എവിടെയോ കിടക്കുന്ന ഒരു വാക്രൂ പേരാവൂർ വന്നു, നമ്മളോട് കണക്ട് ചെയ്തപ്പോൾ ഇവർ ഓടാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി വീൽ ചെയർ കൊടുത്തു. അപ്പോൾ എത്രമാത്രമാണ് PSF എന്ന സംഘടനയിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് അപ്പോൾ വാക്രൂവിന് വലിയൊരു കൈകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. അതുപോലെ തന്നെ ബഡ് സ്കൂളിൽ നിന്ന് നമ്മുടെ വലിയ ഹൈലൈറ്റ് ആയിരുന്നു, ബഡ് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളും വീൽ ചെയർ പങ്കെടുത്ത ആൾക്കാരും. അതൊരു ഹൈലൈറ്റ് ആയിരുന്നു പേരാവൂർ മാരത്തന്റെ. ഞാൻ പല ഏകദേശം 14 മാരത്തണിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊന്നും ഞാൻ കാണാത്ത വ്യത്യസ്തമായ 2 കാര്യങ്ങളാണ് ഈ വീൽ ചെയറും. അതായത് സാധാരണ ഇവന്റിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവരെ നമ്മൾ കൂടെ നിർത്തി. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബൈജു സാർ എന്നും വിളിക്കുമായിരുന്നു. അദ്ദേഹം ബാംഗ്ലൂരായിരുന്നത് കൊണ്ട് കൂടുതലും എന്നെ വിളിച്ചാണ് ആശയവിനിമയം നടത്തിയിരിക്കുന്നത്. കുട്ടി സാർ റെസ്റ്റായിരുന്നപ്പം എന്നും പറയും, അവസാന വാക്കാണ് എല്ലാവരെയും ചേർത്ത് നിർത്തണം കേട്ടോ എന്ന്. 54 പേരുണ്ട്, 54 പേരെയും ചേർത്ത് നിർത്തണം എന്ന്. തീർച്ചയായിട്ടും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ PSF മെമ്പേഴ്സിനോട് അപേക്ഷിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള മാരത്തന്റെ ഒരുക്കമാണ്. അപ്പം ഞങ്ങൾ 3 മീറ്റിങ്ങുകൾ കൂടി. അപ്പോൾ അവലോകന മീറ്റിങ്ങുകൾ നടന്നു. ഏകദേശം 60ഓളം അവലോകനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതുകൂടി കുറച്ചുകൂടി നല്ലതായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മാരത്തോൺ ഭംഗിയായി അടുത്ത വർഷം ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ. PSF മെമ്പേഴ്സും വനിതാവും ഓൾറെഡി അവർക്ക് അവസരം കൊടുത്തിരുന്നു. ഇനി നമ്മളോട് സഹകരിച്ച ഒട്ടനവധി ക്ലബ്ബുകൾ ഇവിടെയുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട്. വാട്ടർ സ്റ്റേഷൻ മുതൽ നമ്മളുമായി സഹകരിച്ച പല ക്ലബ്ബുകളുമുണ്ട്. നിങ്ങൾ പ്രവർത്തിച്ച മേഖലയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കുറവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതൊന്ന് വിലയിരുത്താൻ നിങ്ങൾക്കൊരു കുറച്ച് സമയം തരികയാണ്. നമുക്ക് അതിനു മുമ്പ് ഞാൻ ഈ മൈക്ക് അങ്ങോട്ട് പാസ് ചെയ്യുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും നിലവിലും നിങ്ങൾക്ക് തോന്നുന്നു ഇതും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷത്തെ മാരത്തൺ ഭംഗിയായിട്ട് പോകുമെന്ന് തോന്നുകയാണെങ്കിൽ അതും കൂടി ഞാൻ റെക്കോർഡ് ചെയ്യാം. അതിനുശേഷം ഒരു മാരത്തൺ കോർ കമ്മിറ്റി രൂപീകരിക്കും. അവരൊന്നിച്ചിരുന്ന് ഈ 60 പോയിന്റും എടുത്ത് ഇതിലേതാണ് നമുക്ക് നടപ്പാക്കുക. കാരണം പേരാവൂരിന് പരിമിതികളുണ്ട്.
ആ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏതൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തീരുമാനിക്കാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടി ഒരു 5 മിനിറ്റ് സമയം ഈ കോൺഗ്രസ് മൈക്കിൽ അങ്ങോട്ട് വിടുകയാണ്. നിങ്ങളുടെ വിലയേറിയ സജഷൻസ് ഞാൻ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. 60 പാളിച്ചകൾ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് ഓടിയവരെല്ലാം നല്ല സൂപ്പർ മാരത്തോൺ, നല്ല സംഘാടന മികവെന്നൊക്കെ അഭിനയിച്ച കാര്യങ്ങളിൽ കുറവുകളുണ്ട് എന്ന് സംഘാടക സമിതിക്കറിയാം, എനിക്കറിയാം, ഞങ്ങളുടെ ടീമിനറിയാം. അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും കുറവുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇവിടെ പരസ്യമായി പറയാം, ഞങ്ങളത് സ്വീകരിച്ചു കൊള്ളാം. അത് പ്രാവർത്തികമാക്കാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വർഷം അത് ചെയ്യുന്നതാണ്. ഒന്ന് കൈവക്കാവില്ല. സൂപ്പർ മാരത്തൺ നടന്നു, പക്ഷെ കുറവുകളുണ്ട്. അത് ആരും കാണാത്ത കുറവുകളാണ്. അടുത്ത വർഷം കുറച്ചുകൂടി മികച്ചതായി നടത്താൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കൺവീനർ എന്ന സ്ഥാനത്ത് നിന്ന് ഇവിടെ അവതരിപ്പിക്കാനുണ്ടായിരുന്നത്. ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും സംഘടനകളോടും ചെറുതാണേലും വലുതാണേലും നിങ്ങൾ ഇവിടെ പങ്കാളിത്തം കൊണ്ടാണ് ഇത് മികച്ചതായി തീർന്നത്. ഞാൻ മുന്നിൽ നിന്നു എന്ന് മാത്രം. നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഇതിന്റെ എല്ലാ അംഗീകാരവും നിങ്ങൾക്കുണ്ടാണ്. സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്, ഫെയിലിയർ ഈസ് എൻ ഓർഫൻ. സക്സസിന് കുറെ അപ്പന്മാരുണ്ട്, തോൽവി അനാഥനാണ് എന്ന് പറയുന്ന വിജയിച്ച ഒരു കാര്യമാണ്. നമുക്കെല്ലാം അഭിമാനിക്കാം. ഇത് ഞാനും കൂടി ഇതിൽ പങ്കാളിയായിരുന്നുവെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും അഭിമാനിക്കാൻ സാധിക്കണം. എല്ലാവർക്കും നന്ദിയും അഭിനന്ദനവും നേർന്നുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. നവംബർ മാസം മുതൽ നമ്മുടെ ഈ മാരത്തോണിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തന മണ്ഡലത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഡെന്നി സാറിന്റെ നേതൃത്വത്തിൽ 4 മാസങ്ങളുടെ കഠിന ശ്രമമാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. അച്ഛൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് ആരംഭിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഇവിടെ സാറിന്റെ അവലോകനത്തിൽ നിന്ന് മനസ്സിലായത്. ഇനി നമ്മുടെ ബഡ്ജറ്റ് അവതരണമാണ് നമ്മൾ കാത് ഓർത്തിരിക്കുന്നത്. അത് കേൾക്കുവാൻ വേണ്ടിയിട്ടാണ്. അല്പം മുമ്പ് സുജീഷ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഒരു ധനകാര്യമന്ത്രി ഇപ്പം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയമാണ്. ഈ മാസം ലാസ്റ്റൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു അവസ്ഥാവിശേഷമാണ് കാണാൻ സാധിച്ചത്. പഴുതടച്ച് എല്ലാം വളരെ കൃത്യമായി അദ്ദേഹം വരവ് കണക്കുകൾ അവതരിപ്പിച്ചപ്പോൾ ഇവിടെ നമുക്ക് ആശ്വാസം നൽകിയത് നമ്മുടെ ഗവൺമെൻറ്റുകളൊന്നും അടുത്ത കാലത്തൊന്നും അവതരിപ്പിക്കാത്തൊരു ബഡ്ജറ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതെന്താണെന്ന് നമുക്ക് തന്നെ വിലയിരുത്താം. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. ഏറെ ബഹുമാനപ്പെട്ട ഷാജി അച്ഛൻ, അതുപോലെ തന്നെ നമ്മുടെ പേരാൾ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് ഫ്രാൻസിസ് വൈജോ ജോർജ് സാർ, കുട്ടിച്ച സാർ, മറ്റ് വേദിയിലും സദസ്യമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നമ്മുടെ രാജധാനിയിൽ കഴിഞ്ഞ വർഷത്തെ 2025 ഡേറ്റ് അനൗൺസ്മെൻറ്റ് തൊട്ട് അന്ന് ഷാജി അന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 10,000 പേരെ പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞ തൊട്ട് ഇന്ന് ഇവിടെ വരെയുള്ള കാര്യങ്ങൾ ഓരോരുത്തരായിട്ടും നന്ദിയിലൂടെയും ആശംസയിലൂടെയും അഭിനന്ദനങ്ങളിലൂടെയും അറിയിച്ച് നമുക്കെല്ലാം അത് ഓർത്തെടുക്കാൻ ഉണ്ടായി. ഇനി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബജറ്റ്, ഞാനിതിൻ്റെ ട്രഷറർ സ്ഥാനം ഏറ്റെടുക്കുന്നത് നമ്മുടെ പ്രദീപൻ പുത്രൻ സാറിൻ്റെ അടുക്കലായിരുന്നു. സാറായിരുന്നു ആദ്യ 2 വർഷക്കാലം ഇത് ട്രഷററായിട്ട് ഏറ്റെടുത്ത് നടത്തിയത്. ഞാൻ എന്തായാലും നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിൽ ഇത്രയും പ്രചോദനം കേട്ട കുറേ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ 2 വാക്ക് പറഞ്ഞിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാമെന്ന് കരുതി. നമ്മുടെ ആദ്യം കണക്കുകളൊന്നും കുഴപ്പമില്ല, എല്ലാം ഒക്കെ സിമ്പിളായിട്ട് ചെയ്തു വരും. പിന്നെ അടുത്തത് ട്രഷറർ സ്ഥാനം ഏറ്റെടുത്ത് നമുക്കിതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയില്ല. വൈദ്യ സാറ് വിളിച്ചെന്ന് പറയാം, CSR ചെയ്യാനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. CSR അതേ കാര്യങ്ങൾ കണക്ക് അങ്ങനെ കൃത്യതയോടും വ്യക്തതയോടും പോകണം. അത് കറക്റ്റായിട്ട് ചെയ്യണം. ഓരോ സമയവും അത് അക്കൗണ്ട് വഴി തന്നെ കീപ്പ് ചെയ്ത് പോകണം. അതിലും കുറച്ച് ടെൻഷൻ കൂടി. അപ്പോൾ ശാലി സാർ വിളിച്ച് പറഞ്ഞു, കുഴപ്പമില്ല സുജീഷ, നിനക്ക് 4 പേരെ തരാം. അത് കഴിഞ്ഞ് ഓരോന്ന് പഠിച്ചു വരുമ്പോൾ കുട്ടിച്ച സാറാണ്, നീ തലശ്ശേരി CA ഓഫീസ്, നമ്മുടെ മോഹൻ അസോസിയേഷൻ അവിടെ കണ്ണൂരിൽ പോയിട്ട് തലശ്ശേരി പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് അവിടെ പോയി വന്ന്
നമ്മൾ എഴുതുന്ന കണക്കൊന്നല്ല ഇത്. TDS, ഇൻകം ടാക്സ്, TDS ചില വ്യക്തികൾ, ചില സ്ഥാപനങ്ങളിൽ നമ്മൾ പർച്ചേസ് എല്ലാം ചില സർവീസിന് ഒരു 1% കട്ട് ചെയ്യാൻ വേണ്ടി അത് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ 2%. ഞാൻ എൻ്റെ ബിസിനസ് അങ്ങ് വിട്ടു. ഞാനൊരു വർക്ക്ഷോപ്പ് നടത്തുകയാണെന്ന് കുട്ടിച്ച സാർ പറഞ്ഞു, ആ ബിസിനസ്സേ വിടേണ്ടതെന്ന് പറയും. പിന്നെ ഓരോരോ കണക്കുകൾ വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് പോകണം. ഞാൻ പിന്നെ ഓരോ ബില്ലുകൾ വരുമ്പോൾ പ്രദീപ് സാർ 14.5 ലക്ഷം ബാലൻസ് ഉണ്ടാക്കി നമ്മൾ ഏകദേശം 10-30 ലക്ഷം രൂപയോളം 17 ലക്ഷം കടമെടുത്തിട്ട് സ്റ്റേഡിയം വർക്ക് ചെയ്തു. ഓരോ ചെലവ് വരുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഇത് ലാസ്റ്റ് കുട്ടിച്ച സാർ പറഞ്ഞാൽ വർക്ക്ഷോപ്പുകാരൻ ലാസ്റ്റ് പൈസയൊന്നും ഇല്ലാതെ ഇത് കടം വീടാൻ പറ്റാത്ത അവസ്ഥയാവും. എനിക്ക് ഓരോ ഇത് വരുമ്പോൾ ടെൻഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ആൾക്കാരോട് ബാർഗെയിൻ ചെയ്തിട്ടുണ്ട്. ബാർഗെയിൻ ചെയ്തിട്ട് ഞാൻ പൈസ കൊടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ ഒരു ബാർഗെയിൻ നടത്തിയിട്ടില്ല. ഇവിടെ ഓരോരുത്തരും കൊടുക്കുമ്പോൾ ചില ആൾക്കാർ ഇവനെന്താണെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും പൈസയ്ക്ക് പറയുന്നത് നമ്മളൊരു കൊട്ടേഷൻ കൊടുത്ത് ഉറപ്പിച്ചതാണ്. എന്നാൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിനാകുമ്പോൾ അവർക്ക് നഷ്ടം വരാതെ ഒരു എമൗണ്ട് വീണ്ടും കുറച്ച് തരാൻ പറ്റുവാണെങ്കിൽ, ഞാനൊരു ബിസിനസ്സുകാരനാണ്, കുറച്ച് ചോദിച്ച് എല്ലാവരും നമുക്ക് കൈയഴിഞ്ഞ് സഹായം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡെല്ലി സാർ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഭൂരിഭാഗം എക്സ്പെൻസും ഇവിടെ പേരാവൂർ നാട്ടിൽ തന്നെയാണ് ചെലവഴിക്കപ്പെട്ടത്. എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. 2025-26 മാരത്തോണിൻ്റെ വരവ് ചെലവാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് രജിസ്ട്രേഷൻ ലഭിച്ചത് ടോട്ടൽ എമൗണ്ട് 14,17,700 രൂപ. സ്പോൺസേഴ്സ് വഴി കിട്ടിയിരിക്കുന്നത് 26,18,000 രൂപ. പ്ലാറ്റിനം ബോണസ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് 7.5 ലക്ഷം രൂപ. വെൽവിഷേഴ്സ് ഡൊണേഷനായിട്ട് കിട്ടിയിരിക്കുന്നത് 10,83,000 രൂപയാണ്. ടോട്ടൽ റെസീറ്റ് വരവ് അതാണ്. ടോട്ടൽ വന്നിരിക്കുന്നത് 58,68,700 രൂപ. 58,68,700 രൂപയാണ് ടോട്ടൽ നമ്മുടെ വരവ്. ചെലവുകൾ വന്നിരിക്കുന്നത് മെയിനായിട്ട് വന്ന ഐറ്റംസ് മെഡൽ, ജേഴ്സി, ബാഗ് 17,03,697 രൂപ. ഫുഡ് എക്സ്പെൻസ് മാരത്തോണിൻ്റെ അന്നടക്കമുള്ള ഫുഡ് എക്സ്പെൻസാണ് 7,81,802 രൂപ. ലൈറ്റ് ആൻഡ് സൗണ്ട് 2,38,575. മാരത്തോണിന് പ്രൈസ് മണി കൊടുത്തത് 1,42,000 രൂപ. GST രജിസ്ട്രേഷൻ, മാരത്തോണിൻ്റെ രജിസ്ട്രേഷൻ ഫണ്ടിൽ നമ്മൾ GST അടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 1,41,81 രൂപ. ഗ്രൗണ്ട് ലെവൽ ചെയ്തത്, അതേപോലെ ഗ്രാസ് കട്ടിങ്, ക്ലീനിങ് എല്ലാം അടക്കം 1,31,570 രൂപ. ഫ്ലക്സ് ബോർഡ് വർക്ക് ജോജി, നമ്മുടെ പേരാറിലെ ജോജിയാണ് ചെയ്തിരിക്കുന്നത്, അത് 1,27,000 രൂപ. പബ്ലിസിറ്റി, നമ്മുടെ ഈ പേരാർ മാരത്തോണിന് വേണ്ടിയിട്ട് പബ്ലിസിറ്റി കൊടുത്തത് 96,778 രൂപ. അനുവദിച്ച് നടത്തിയ സ്പോർട്സ് ഫെസ്റ്റിന് 93,052 രൂപ. വെൽവിഷേഴ്സ് ടീഷർട്ട് 92,500 രൂപ. നമ്മൾ പാർട്ടിസിപ്പൻറ്റിന് ഇൻഷൂർ ചെയ്ത വക 88,529 രൂപ. റണ്ണേഴ്സിന് വാങ്ങിയ ഓറഞ്ച് 68,000 രൂപ. ഡെക്കറേഷൻ, ഗ്രൗണ്ട്, റോഡുകളിലെ ഡെക്കറേഷൻ വക 65,481. റേസ് ഡേ എക്സ്പെൻസ് 63,900. അക്കോമഡേഷൻ 53,120. സ്റ്റേഷനറി 47,202. ടോട്ടൽ നമുക്ക് എക്സ്പെൻസ് വന്നിരിക്കുന്നത് 42,82,270 രൂപയാണ്. ടോട്ടൽ വരവ് 58,68,700. ടോട്ടൽ എക്സ്പെൻസ് 42,82,270. ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ് 15,86,430 രൂപയാണ്. നമുക്കിത് പോരാ. 17 ലക്ഷം നമ്മൾ കഴിഞ്ഞ വർഷം കടത്തിലാണുള്ളത് സ്റ്റേഡിയം വർക്ക്. വൈദ്യു സാർ എന്നോട് നേരത്തെ പറഞ്ഞ സ്റ്റേഡിയം വർക്ക് നമുക്ക് പിടിക്കണം. അത് കൂടാതെ നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് നടക്കുന്ന എല്ലാവർക്കും പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്യണം. അവർക്ക് എക്യുപ്മെൻറ്റ് വാങ്ങാനും അതേപോലെ നമുക്ക് അവർക്ക് നല്ല രീതിയിലുള്ള കോച്ചിങ് സംഘടിപ്പിക്കാനെല്ലാം പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ കഴിയണം. അതുകൊണ്ട് നമ്മൾ മാത്രം പ്രവർത്തിച്ചാൽ പോരാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് വരും വർഷങ്ങളിൽ ഇത് ലോകത്ത് അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി മാറുമെന്ന് പറയുന്നത്
നല്ല ഉറപ്പുണ്ട്, 100% ഉറപ്പുണ്ട്. താങ്ക് യു എവരിവൺ. നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. തീർച്ചയായിട്ടും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ ഇതുകൊണ്ട് എന്താണ് മെച്ചം എന്ന് ചോദിച്ചപ്പോൾ അന്ന് നമ്മൾ ചില ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ നാടിന് വേണ്ടിയിട്ടാണ് എന്ന് അടുത്ത വർഷവും നമുക്കിത് പറയാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. അടുത്ത വർഷം നമ്മുടെ ഈ മാരത്തോൺ 10,000 പേരെ പങ്കെടുപ്പിച്ച് നടത്തുമെന്ന് നമ്മളിവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഡേറ്റ് അനൗൺസ്മെൻ്റ് ആണ്. നമ്മുടെ അച്ഛനും പോകാൻ തിരക്കുണ്ട്. പ്രസിഡന്റ് അത് ഇപ്പോൾ തന്നെ ആ ഡേറ്റ് അനൗൺസ് ചെയ്യുകയാണ്. നമുക്കൊരു ഹർഷാരവത്തോടു കൂടി അത് സ്വീകരിക്കാം. ഫ്രാൻസിസ് വൈദ്യ സാറിനെ ക്ഷണിക്കും. സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ 2026 വർഷത്തെ മാരത്തോണിൻ്റെ ഡേറ്റ് നമ്മുടെ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തു, കലക്ടറിൽ ചർച്ച ചെയ്തു, അച്ഛനുമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ നമുക്ക് വേണ്ടിയിരിക്കുന്ന പല കൺസ്ട്രെയിൻസും ഉണ്ട്. അത് വെച്ചിട്ട് ഏറ്റവും യോജിച്ച ഡേറ്റ് ആയിട്ട് ഞങ്ങൾ കരുതിയിരിക്കുന്നത് 24 ഡിസംബർ വ്യാഴാഴ്ച 2026 വർഷത്തെ. നമ്മൾ സാധാരണ നടന്ന ശനിയാഴ്ച 26 വന്നു കഴിഞ്ഞാൽ നമുക്ക് തലേദിവസം ക്രിസ്മസ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ, ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അച്ഛനായിട്ട് സംസാരിച്ച് ഏറ്റവും നല്ലൊരു ഡേറ്റ് കണ്ടെത്തിയിരിക്കുകയാണ് 24 ഡിസംബർ 2026. താങ്ക് യു. ഒരു ഡേറ്റ് കണ്ടെത്തിയതെന്ന് പറഞ്ഞു. ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്. ആ ഒരു ദീർഘവേഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ എത്തിയിരിക്കുന്ന ഈ വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരെല്ലാം ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചവരാണ്. അതുകൊണ്ട് അവരെ എല്ലാം കേൾക്കുവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ. വളരെ പ്രത്യേകിച്ച് വിവിധ സംഘടനകളുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരുണ്ട്. അതിനപ്പുറം വ്യക്തിപരമായി സംഭാവന ചെയ്തവരുണ്ട്. ഇവിടെ വനിതാ ഫോറത്തിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞു. അപ്പോൾ നമുക്ക് അത്തരത്തിലൊരു വിശകലനത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ സാറ് അല്പം മുമ്പ് ചോദിച്ചു എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ എന്ന്. ഇപ്പോൾ 64 കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല മീറ്റിങ്ങിൻ്റെ അവലോകനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. പറയുന്നതിൽ അഭംഗിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഈ പേരാവൂർ മാരത്തോൺ ഇന്ന് പേര് കൊണ്ടും പെരുമ കൊണ്ടും പ്രശസ്തി കൊണ്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ മാരത്തോൺ തൊട്ടു മുമ്പ് മറ്റൊരു മാരത്തോൺ ഇവിടെ നടക്കുമ്പോൾ അതിനൊരു സാങ്കേതികതയെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്ത് നല്ലതാണ്. കാരണം വളരെ നന്നായിട്ട് നടക്കുന്ന മിഡ്നൈറ്റ് മാരത്തോണിനെ കുറിച്ച് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മളിതിൻ്റെ രജിസ്ട്രേഷനായിട്ട് പോകുമ്പോൾ ഏത് മാരത്തോൺ ആണെന്ന് നിങ്ങളോട് പറഞ്ഞോട് നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദയവായിട്ട് അങ്ങനെ ഒരു സാഹചര്യം തൊട്ടടുത്ത് അവർ നടത്തേണ്ട നമ്മൾ ഒരിക്കലും പറയില്ല. നമ്മളൊക്കെ സഹകരിച്ചത് നടക്കേണ്ടതാണ്. അപ്പോൾ ഇതിനോട് ചേർത്ത് വെച്ച് അത് നടത്തുന്നതിനുള്ള ഒരു സാങ്കേതികം തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ട് പറയുന്നതാണ്, നമ്മളൊരു റിക്വസ്റ്റ് വയ്ക്കുക, അതിൻ്റെ നേതൃത്വത്തെക്കാണ് റിക്വസ്റ്റ് വയ്ക്കുക. അല്പം നമ്മുടെ ഈ മാരത്തോണിന് ശേഷം നടത്താൻ സാധിക്കുമോ എന്ന്. അതിത് പലരിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്കിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ ഇവിടെ വ്യക്തിപരമായി സൂചിപ്പിക്കുന്നത് എന്ന് മാത്രം. വ്യക്തിഗത സ്പോൺസർഷിപ്പ് നൽകിയ ഒരുപാട് വ്യക്തികളുണ്ട്. അവരെയും ഇന്നിവിടെ പ്രത്യേകം ആദരിക്കുന്നതാണ്. അവരുടെ ആദരവ് എന്ന് പറയുന്നത് ഈ പ്രസൻസാണ്. അപ്പോൾ നമ്മളൊക്കെ ഓടുമ്പോൾ കുട്ടികൾ മാത്രമേ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു, വളരെ ചെറിയ കുട്ടികൾ. 1 മണിക്കൂറിന് ശേഷം എത്തിയവരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് പറ്റാവുന്ന ആളുകളൊക്കെ മാരത്തോണിൽ പങ്കെടുക്കണം, അതിൽ മാരത്തോണിൽ ഓടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഈ മാർച്ച് 31 ഒരു മാരത്തോൺ പരിപാടി, ജനുവരി 31 മൈസൂരിൽ വെച്ചൊരു മാരത്തോൺ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് പേരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഞാനും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ ഒരു കാര്യം, നമുക്കിവിടെ മനോഹരമായൊരു ഗ്രൗണ്ട് റെഡിയായിട്ടുണ്ട്. സ്റ്റേഡിയം എന്നുള്ള നിലക്ക് കൂടുതൽ കുറേയും കൂടി കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ഇത് വരുന്ന സ്ഥിതിക്ക് അതനുസരിച്ചിട്ട് അത് മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. സിന്തറ്റിക് ട്രാക്കൊക്കെ പോലെയുള്ള ഏറ്റവും ആധുനികമായ സ്റ്റേഡിയമായിട്ട് നമുക്കത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ രാവിലെ ധാരാളം ആളുകൾ നടക്കാൻ വരുന്നുണ്ട്. ഞാനും രാവിലെ നടക്കുന്ന ഒരാളാണ്. മാരത്തോണിൻ്റെ തലേന്നും നടന്നിട്ട് മാരത്തോണിൽ പങ്കെടുത്ത് അതിൻ്റെ പിറ്റേന്നും നടത്തുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ തലേന്നും പിറ്റേന്നെല്ലാം ബഹുമാനപ്പെട്ട
ഇതിന്റെ കുറ്റി അടിക്കാനും പിറ്റേന്ന് അതിന്റെ കയറടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അധികം ആളൊന്നും ഒന്നിച്ചുണ്ടായില്ല. അപ്പൊ ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ പറഞ്ഞു അതൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആ ആത്മാർത്ഥതയെ ഞാൻ അംഗീകരിക്കുകയാണ്. അത് മാത്രം നിങ്ങളുടെ മുമ്പിൽ ഞാനത് അറിയിക്കുകയാണ് ആ കാര്യം. പിന്നെ നേരത്തെ ഒരു നിർദ്ദേശം കൂടി ഉണ്ടായി, ഒരു മിഡ് നൈറ്റ് മാരത്തോൺ. മിഡ് നൈറ്റ് മാരത്തോണും നമ്മൾ അധികാരം പങ്കെടുത്തിട്ടുണ്ട്, ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഇതുവരെ മിഡ് നൈറ്റ് മാരത്തോൺ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ നമുക്ക് അങ്ങനെ അവരോട് ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്യുക എന്നല്ലാതെ അതിന് ശേഷം വെക്കണമെന്നൊക്കെ ആവശ്യപ്പെടാൻ അത് പരിഗണിക്കുവാനൊന്നും അറിയില്ല. അതിൻ്റെ അകത്ത് എന്തായാലും ഒരു സാങ്കത്യം കുടികൊള്ളുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം, ഈ 2 മാരത്തോൺ ഒരേ സമയത്ത് ഒരു ടൗണിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം അതിൻ്റെ അടുത്ത് തന്നെ അതേപോലെയുള്ള വേറൊരു സ്ഥാപനം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നങ്ങളല്ല, അപ്പോൾ രണ്ടുപേരും നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. നമുക്കത് അതിനെപ്പറ്റിയുള്ള ഈ പറഞ്ഞ പോലെ ഒരു പൊരുത്തക്കേട് പോലെ തോന്നി എന്നല്ലാതെ അതിൽ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഞങ്ങൾ റിട്ടയറീസിൻ്റെ ഭാഗത്തു നിന്നാണ് നേരത്തെ വളണ്ടിയറായിട്ട് കൂടുതൽ ആളുണ്ടായത്. എനിക്ക് വളണ്ടിയറായിട്ട് നിൽക്കാൻ പറ്റാറില്ല, ഞാൻ ഈ ഓടുന്ന ആളായിരുന്നു. അപ്പോൾ നല്ല ഓട്ടക്കാർ 50 വയസ്സ് കഴിഞ്ഞ് 10 പേരെ തെരഞ്ഞെടുത്തു. അതിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവർക്കൊക്കെ ക്യാഷ് അവാർഡ് കൊടുത്തു. വളരെ നല്ല പരിപാടിയായിരുന്നു. എന്തായാലും നമ്മുടെ പേരാവരുടെ ഇത് ഉത്തരോത്തരം വികസിക്കുകയാണ്. മാത്രമല്ല ഇത് ലോകം മുഴുവൻ പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാവിധ ആശംസകളും. ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ, അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്തവർ, പാർട്ടിസിപ്പൻസ്, മാരത്തോണിൻ്റെ സാഗര സംഘം രൂപീകരിക്കുന്നത് പോലെ ഇന്ന് വരെയുള്ള കുറേ മുഖങ്ങളുണ്ട്. അവരെ നമുക്ക് എപ്പോഴും ചേർത്ത് പിടിക്കണം. ആ കൂട്ടായ്മ അച്ഛൻ പറഞ്ഞ പോലെ, മോഹൻകുട്ടി അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അവർക്ക് എല്ലാവരും പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള നമുക്കൊരു കൂട്ടായ്മ, നാടിൻ്റെ കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. റിട്ടയർസിനൊക്കെ വേണ്ടി എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ്. ബഹുമാനായ അധ്യക്ഷൻ, വേദിയിൽ സഹകരിക്കുന്ന PSAയുടെ മെമ്പർമാരെ, സഹപ്രവർത്തകർ, കേരള പോലീസ് പെൻഷേഴ്സ് പ്രതികരിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നത്. ഞങ്ങളെ ട്രാഫിക് ഡ്യൂട്ടിയായിരുന്നു ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ലീഡറും MFAയുടെ ഡയറക്ടറുമായ കുട്ടിച്ച സാറ് നേതൃത്വത്തിലില്ല എന്നുള്ളത് കൊണ്ട് ഇത് ഏത് രീതിയിൽ ഇത് പരിഹരിക്കപ്പെടുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായ ഷാനി സാർ ഏറ്റെടുത്തതോടുകൂടി അത് വളരെ സജീവമായി നടത്താനായി. കുട്ടിച്ച സാറ് ബൈപ്പാസുമായി ബന്ധപ്പെട്ട് മിക്സ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ 2 ദിവസം മുമ്പേ കുട്ടിച്ച സാർ സന്ദർശിച്ചു. അപ്പോൾ 2 ദിവസം മുമ്പേ സന്ദർശിച്ച് അദ്ദേഹത്തെ രോഗവിവരത്തെ പറ്റിയല്ല പറഞ്ഞത്. രാജ ഈ സംഭവമായി ബന്ധപ്പെട്ട് ഈ കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിക്കണം. അപ്പോൾ അത് സംബന്ധിച്ച് കുറേ നിർദ്ദേശങ്ങളാണ്. അത് സംബന്ധിച്ച് ആ നിർദ്ദേശപ്രകാരം അവസാന നിമിഷം തന്നെ കുറേ ആൾക്കാരെ നമുക്ക് ആ രജിസ്ട്രേഷൻ ചേർക്കാൻ സാധിച്ചു. ഞങ്ങളെ പേരാവൂർ ഇരിട്ടി മേഖലയിലുള്ള പരമാവധി പെൻഷനായ പോലീസുകാരെയെല്ലാം ഈ മാരത്തോണുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത മാരത്തോൺ 10,000-ലേക്ക് കടത്താനുള്ള എല്ലാ ശ്രമത്തിനും പോലീസ് പെൻഷനേഴ്സിൻ്റെയും എല്ലാ പോലീസുകാരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാകും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കാൻ വിജയിച്ച മുഴുവൻ ആൾക്കാരെയും, പോലീസുകാർ, പെൻഷനേഴ്സും, ഈ മൊത്തം പേരാവൂർ കൂട്ടായ്മക്കും വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ ഞങ്ങളുടെ സേവനം തുടർന്ന് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകളും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ വിലയേറിയതാണ്, വിലമതിക്കപ്പെടുന്നതാണ്. നമ്മുടെ ഫുഡ് ഇവിടെ റെഡിയാണ്. എല്ലാവരും കഴിച്ചിട്ട് പോകാമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല, ആശംസകൾ കൃതജ്ഞത അർപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ആർക്കും വരാം. വനിതാ പ്രതിനിധികൾ, പ്രസിഡന്റ് വന്നിട്ടില്ല. മറ്റേതെങ്കിലും പ്രതിനിധിക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട ഷാജേച്ച, ബജി സാറ്, ഡെന്നി സാറ്, അനൂപ്, ട്രഷറർ കുട്ടിച്ച സാറ്, ജോണി സാറ്, പിന്നെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനല്ല ഇന്നിവിടെ നിൽക്കേണ്ടത്. ബിന്ദുവാണ് നമ്മുടെ നേതാവ്. ഞങ്ങളെ തിരഞ്ഞെടുത്തത്, അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തത് നമ്മുടെ ഫ്രാൻസിസ് സാറാണ്. ഞങ്ങളെല്ലാവരെയും വിളിച്ച് ഒത്തുചേർത്ത് ഒരു വനിതാ ഫോറം വേണം, മാരത്തോൺ നമുക്ക് നന്നായിട്ട് കൊണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രചോദിപ്പിച്ച് ഞങ്ങളിവിടെ ചേർത്തു.
ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം. എൻ്റെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ സർവീസിൽ ജോയിൻ ചെയ്തപ്പോൾ മുതൽ ഞാൻ ആർട്സിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ആർട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവനാണ്. പക്ഷേ ആദ്യമായിട്ടാണ് സ്പോർട്സിൽ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആർട്സും സ്പോർട്സും ഒരുപോലെ നമുക്ക് ആവശ്യമാണ് എന്ന് തെളിയിച്ച അല്ലെങ്കിൽ ആവശ്യബോധം ഉണർത്തിയ ഒരു സംഭവമാണ് നമ്മുടെ ഈ മാരത്തൺ. മാരത്തണിൽ നമുക്ക് പറഞ്ഞ അറിവേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും വർഷങ്ങളായി ഇത് മുന്നോട്ട് പോകുന്നു, ജോണി സാറൊക്കെ ഇതിന് സജീവ പ്രവർത്തകനാണ് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ എൻ്റെ വ്യക്തിപരമായി ഈ വർഷമാണ് ആദ്യമായി മുമ്പോട്ട് വരുന്നത് തന്നെ. എന്തായാലും നമുക്ക് നമ്മുടെ ഈ പേരാവൂരിൻ്റെ അല്ലെങ്കിൽ ജിമ്മി ജോർജിൻ്റെ, അനശ്വരനായ ജിമ്മി ജോർജിൻ്റെ ഓർമ്മ, അതിനു മുമ്പിൽ ഈ ലോകം ഒന്ന് ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂളിൽ തന്നെ നമുക്കറിയാം മാരത്തണിൽ പങ്കെടുക്കാൻ ധാരാളം കുട്ടികൾ മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡെന്നിസ് സാറ് പറഞ്ഞു നമുക്ക് കുട്ടികളെ ചേർക്കുന്നതിന് 100 രൂപയേ ഉള്ളൂ, ബാക്കി നമുക്കൊരു നഷ്ടമാണ്. ശരിയാണ്, സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഈ ഒരു 100 രൂപ ഇല്ലാത്ത കുട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു. സ്പോർട്സ് അവരുടെ ജീവനാണ്, സ്പോർട്സ് അവരുടെ ശരീരങ്ങളിലുണ്ട്. പക്ഷേ ഒരു 100 രൂപ ഇല്ലാത്തതിൻ്റെ പേരിൽ പങ്കെടുക്കാതെ മാറി നിന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. അവർക്കൊരു ധൈര്യം പകർന്നു നൽകിയത് ഒരു പക്ഷേ ഞങ്ങളിൽ കുറച്ച് പേരാണ്. ഡെന്നിസ് സാറുമായിട്ട് ഞാൻ ആ കാര്യം ചർച്ച ചെയ്തപ്പോൾ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, ജോണി സാറും അതിനെ മുൻകൈ എടുത്തു. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി പോലും ഈ മാരത്തണിൽ പങ്കെടുക്കാതിരിക്കാൻ പാടില്ല. ആ ഒരു വാക്ക് ആ കുട്ടികൾക്ക് വളരെയധികം പ്രചോദനമായി. ധാരാളം കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഈ മാരത്തണിൽ പങ്കെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും ഞങ്ങൾ അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും ചെയ്തു. അവർക്ക് യാതൊരു പൈസ ചെലവും ഉണ്ടായില്ല. ആ കുട്ടികളുടെ മുഖത്തെ സന്തോഷം ഞാൻ മനസ്സിലാക്കി, അവരുടെ ആത്മവിശ്വാസം. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ അതാണ്. ഒരുപക്ഷെ നമുക്ക് 100 രൂപ വലുതല്ലായിരിക്കും, പക്ഷേ കുട്ടികൾക്ക് വലുതാണ്. എങ്കിലും അവരെല്ലാവരും ആ ഒരു സന്തോഷത്തോടു കൂടി വന്ന് മാരത്തണിൽ പങ്കെടുക്കുകയും ആ ജേഴ്സി തരികയും ആ കിറ്റ് സ്വീകരിക്കുകയും സർട്ടിഫിക്കറ്റുകളെല്ലാം വിതരണം ചെയ്യുകയും ചെയ്തു. എന്നോട് കുട്ടികൾ പലരും ചോദിച്ചു, ടീച്ചറെ ഇതിൻ്റെ ഉപയോഗം എന്താ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും ഉണ്ടാകും. സ്പോർട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയ വ്യക്തികളാണ് നമ്മുടെ കൂടെയുള്ളത്, നമ്മൾ കണ്ടു വളരുന്നത്. ജിമ്മി ജോർജ് കുടുംബത്തിലെ എല്ലാവരും തന്നെ സ്പോർട്സ്, നമ്മളും അതിനോട് ചേരുകയാണ്, അവരോട് കൂടി കൂടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞു, കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോർട്സ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയോ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണ്. തീർച്ചയായും അത് വാല്യൂഡ് ആണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഡെന്നിസ് സാറ് സംസാരിക്കുകയും ചെയ്തു. ഡെന്നിസ് സാറിനോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു, പ്രിയപ്പെട്ടവരെ, അടുത്ത വർഷം നമുക്കിതിനായി മുന്നോട്ട് വരണം. ഡേറ്റ് ഇവിടെ അനൗൺസ് ചെയ്തു. തീർച്ചയായും ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും എന്നുറപ്പ് തരുന്നു. വനിതാ വിങ് അതിൻ്റെ എല്ലാവിധ ശക്തിയോടും കൂടി ഈ സ്പോർട്സ് ഫൗണ്ടേഷനോട് കൂടി ഉണ്ടായിരിക്കും. എല്ലാവരും നമുക്കറിയാം, അന്നത്തെ ആ ഒരു സംരംഭം അല്ലെങ്കിൽ മാരത്തൺ ഡിസംബർ 27-ന് ആ ഒരു ചുവന്ന പട്ടാളം ആ ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞു നിന്നപ്പോൾ നമ്മൾ ഓരോരുത്തരും ഗോൾമേൽ കൊണ്ടു. ഞാനതിങ്ങനെ നോക്കി നിന്നു. നമ്മുടെ ഷാജേഷിനടക്കം ആ ജേഴ്സി ധരിച്ച് ഇവിടെ നിന്ന് ആ ഒരു വീഡിയോ കുറേ പേർ അയച്ചു തന്നിരുന്നു. ഒരു പ്രദേശത്തെ ആൾക്കാർ മുഴുവനും അതിന് പങ്കുചേർന്നു എന്നുള്ളതാണ്. ധാരാളം പേർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അവർ എന്നെയൊക്കെ വിളിച്ച് വ്യക്തിപരമായി അറിയുന്നവർ പറഞ്ഞു, അയ്യോ വരാൻ പറ്റിയില്ല എന്നൊക്കെ. അടുത്ത വർഷം തീർച്ചയായും അവരും കൂടി ഉണ്ടാകും. ഞങ്ങളുടെ വനിതാ വിങ്ങിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. ഈ മാരത്തണിനും അടുത്ത മാരത്തണിനും ഒക്കെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. അത് വൈദ്യസാറിനെയും അതുപോലെ അതിനോടനുബന്ധിച്ച എല്ലാ വ്യക്തികളെയും അതിൻ്റെ നേതൃത്വ എക്സിക്യൂട്ടീവുകളെല്ലാവരെയും ഞങ്ങളുടെ സപ്പോർട്ട് അറിയിച്ചുകൊള്ളുന്നു. ഇനിയുള്ള മാരത്തണിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. അസോസിയേഷൻ്റെ എല്ലാം പ്രതിനിധിയായിട്ട് പേരാവൂർ മാരത്തോണിൻ്റെ ആരംഭകാലം മുതൽ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന അബ്രഹാം തോമസ് സാറിലൂടെ സാറിനെ ക്ഷണിക്കുകയാണ്. സദസ്സിലുള്ള എല്ലാ ബഹുമാന്യരെയും എന്നെ സംബന്ധിച്ച് 2017 തൊട്ട് നമ്മുടെ ഈ പേരാവൂർ മാരത്തോണുമായിട്ട് സഹകരിക്കാൻ സാധിച്ചൊരു സന്തോഷമുണ്ട്. എൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഒരുപാടുണ്ടാവില്ല, ചെറിയ തോതിലൊക്കെ ഉണ്ടാവുള്ളൂ. എങ്കിലും എന്നെ
വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാനല്ല സംസാരിക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അഭിപ്രായം പറയേണ്ടത് നമ്മോട് സഹകരിച്ച ഒരുപാട് സംഘടനകളുണ്ട്. അവർക്കാണ് വേദി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള മാരത്തൺ എല്ലാ സഹായ സഹകരണ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നുമുണ്ട്. നമ്മുടെ NCCയുടെ ട്രെയിനറാണ് അദ്ദേഹം. NCC കുട്ടികളുടെ സേവനമൊക്കെ നമുക്ക് ഒരുപാട് ലഭിച്ചിരുന്നു. സാറേ, യോഗത്തിൻ്റെ അധ്യക്ഷൻ, പ്രസിഡന്റ്, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഞാനൊരു ആവശ്യവുമായിട്ടാണ് വേദിയിലേക്ക് വന്നത്. 2027 എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ഡയമണ്ട് ജൂബിലിയാണ്. 75ാമത്തെ വർഷം ആചരിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ എല്ലാ പണികളും പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു സാധ്യത ഞാൻ ഈ PSF-ൽ കാണുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ മാരത്തോണിൽ ഓടിയിട്ടില്ല. പക്ഷേ NCC കേഡറ്റ്സിന് വേണ്ട സഹകരണങ്ങളെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഡെന്നിസ് സാറിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഞാൻ സ്പോർട്സുമായിട്ടൊന്നും വലിയ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ NCC ചാർജ് ഏറ്റെടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ, സ്കൂളിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ, മിലിറ്ററി ട്രെയിനിങ് ഉണ്ട്, 3 മാസത്തെ മിലിറ്ററി ട്രെയിനിങ് ഉണ്ട്. ഇപ്പോൾ മിലിറ്ററി ട്രെയിനിങ്ങിന് കാപ്റ്റിയിൽ, മഹാരാഷ്ട്രയിലെ കാപ്റ്റിയിൽ 3 മാസം ചെന്ന് അവിടുത്തെ ആർമി ട്രെയിനിങ് ലഭിച്ചപ്പോഴാണ് ഞാൻ ആരാണ് എന്നെനിക്ക് വ്യക്തമായി. അതുപോലെ തന്നെ എൻ്റെ മകൻ, അവൻ 10 കിലോമീറ്റർ ഓടണമെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് സംശയിച്ചു, 10 കിലോമീറ്ററൊക്കെ ഒരു പയ്യൻ ഓടുമോ? ഞാൻ പരമാവധി നിരുത്സാഹപ്പെടുത്തി, നീ 3 കിലോമീറ്റർ ഓടിയാൽ മതി. പക്ഷേ ആള് 10 കിലോമീറ്റർ പൂർത്തീകരിച്ച് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവനാരാണെന്ന് ഞാനും അവനാരാണെന്ന് അവനും മനസ്സിലാക്കിയത് എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ പല മാതാപിതാക്കൾക്കും, സാർ പറഞ്ഞാൽ 5000-ഓളം കുട്ടികളാണ് ഓടിയത്. പല മാതാപിതാക്കളും അതുപോലെ തന്നെ തൻ്റെ മക്കളാരാണെന്ന് അവർക്കും അവരാരാണെന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെടാനുള്ള ഒരു സാഹചര്യം PSF-ൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. PSF-ൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും, ഞാൻ ആവശ്യപ്പെട്ടതടക്കമുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിജയകരമായി മുന്നോട്ട് നീങ്ങട്ടെ. എല്ലാവിധ ആശംസകളും തുടർന്നുള്ള എല്ലാ സഹകരണങ്ങളും ഒരു സ്കൂൾ അധ്യാപകൻ എന്ന നിലയിലും NCC ഓഫീസർ എന്ന നിലയിലും നാട്ടുകാരൻ എന്ന നിലയിലും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ചെറുപ്പക്കാരനായിട്ടുള്ള അനുവാണ്. അച്ഛനോട് പറഞ്ഞു ചെറുപ്പക്കാരില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാഗ്യനിലയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, എവി, ബോവി, അതുപോലെ മാനുവൽ, ഇവരൊക്കെ കട്ടയ്ക്ക് നിന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഔദ്യോഗിക നന്ദി പറയുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിലൂടെയാണ് വിനിമയം ചെയ്യുന്നത്. ഇപ്പോൾ അത് വാക്കിലൂടെ അദ്ദേഹം നമ്മളോട് പറയും. പ്രാസംഗികരും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എൻ്റെ കടമ നന്ദി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, നമ്മുടെ ഉദ്ഘാടനം ചെയ്ത ഷാജി അച്ഛൻ, പ്രിയപ്പെട്ട കൊടിസൻ സാർ, നമ്മുടെ സെക്രട്ടറി സുജീഷ്, ഡെന്നി സാർ, കൺവീനറായിരുന്ന ഡെന്നി സാർ, ജോൺ സാർ, നമ്മുടെ ഈ പ്രാവശ്യത്തെ മാരത്തോൺ വളരെ ഭംഗിയായി, നമ്മുടെ സ്വപ്ന പദ്ധതി വളരെ ഭംഗിയായി വളരെ മനോഹരമാക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുമ്പോൾ ഓരോ വ്യക്തികളെയും എടുത്തെടുത്ത് പറയേണ്ടതുണ്ടെന്ന് ഓർക്കുന്നു. നമ്മുടെ സ്റ്റേഡിയം, ആദ്യമായി ഈ സ്റ്റേഡിയം നമുക്ക് അനുവദിച്ചെന്ന സ്റ്റേഡിയം മാനേജർ ഷാജി അച്ഛന് എൻ്റെ പേരിലും പേരാവ് സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മറ്റൊന്ന് നമുക്ക് എടുത്തു പറയേണ്ടത് വാക്കറു ഗ്രൂപ്പിനോടാണ്. വാക്കറു ഗ്രൂപ്പിൻ്റെ ഒരു ഏറ്റവും നല്ല പിന്തുണ, ഒരു സ്പോൺസർ എന്നുള്ള നിലയിൽ നമുക്ക് തന്നിരിക്കുന്ന തുക എന്നതിലല്ല അവരുടെ ഒരു സഹകരണം. എന്തൊക്കെ ചെയ്യാം, എത്രത്തോളം ഭംഗിയാക്കാൻ നമ്മളുമായിട്ട് എത്രത്തോളം സഹകരിക്കാൻ പറ്റും, ആ ഒരു ലെവലിൽ ഒരു പാർട്ടിസിപ്പൻ്റ് എന്ന നിലയിൽ വാക്കറു ഗ്രൂപ്പിൻ്റെ MD നമ്മുടെ ഈ 10 കിലോമീറ്റർ മാരത്തോൺ ഓടി എന്നതും കൂടി നമുക്ക് വളരെ അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്നതാണ്.
അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനോടും അദ്ദേഹത്തിൻ്റെ ടീമിനോടും വാക്കർ ടീമിനോടും ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ആ വാക്കർ ടീമിനെ നമ്മളിലേക്ക് എത്തിച്ച ഗുഡ് ഹെൽത്ത് ഗ്രൂപ്പിലെ സിദ്ധാർത്ഥൻ ടീം, സൗരവ്, സിദ്ധാർത്ഥ്, വർക്കി, ആ ടീമിനെ നമുക്ക് ഈ അവസരത്തിൽ ഏറെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അവർക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ ടെക്നിക്കൽ പാർട്ണറായി വർക്ക് ചെയ്ത അഞ്ജു ബോബി ജോർജ് അക്കാഡമിയിലെ ടെക്നിക്കൽ ടീം നമ്മുടെ ഈ മാരത്തോൺ വളരെ മനോഹരമായി നടത്താൻ വേണ്ടി ഫിനിഷിങ്ങിലും അതുപോലെ എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും തരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവരെ പ്രത്യേകം നന്ദി പറയുന്നു. ബോബിയുടെ നേതൃത്വത്തിലുള്ള ടീം വളരെ മനോഹരമായ കാര്യങ്ങൾ ചെയ്തു. ബോബിക്കും ടീമിനും താങ്ക്സ്. പിന്നെ എടുത്തു പറയേണ്ടത് മറ്റുള്ള സ്പോൺസേഴ്സിന് ഓരോ ആളുടെ പേരും എടുത്തു പറയുന്നില്ലെങ്കിലും എന്നും നമുക്ക് കരുത്തായി നമ്മുടെ കൂടെയുള്ള ഗുഡ് ഹെൽത്ത് ടീമിനെ, ഗുഡ് ഹെൽത്ത് ബാംഗ്ലൂർ, കാലിക്കറ്റ്, കൊച്ചി, ഈ ഗുഡ് ഹെൽത്തിലെ എല്ലാ ടീമിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ പുറകിൽ നമുക്ക് പിന്തുണയായിട്ട് എപ്പോഴും തന്നെ നമ്മുടെ വെൽവിഷേഴ്സാണ്. ഒരു പ്രത്യേക ബെനഫിറ്റ് ഒന്നും ആഗ്രഹിക്കാതെ ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരായാലും നാട്ടിലില്ലാത്തവരായാലും പേരാവൂരിനോടുള്ളൊരു കൂറും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പേരാവൂർ മാരത്തോൺ എന്ന ഒരു സംരംഭത്തിൽ അവർക്ക് പരിപാടി എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും അവരുടേതായ ചെറുതെങ്കിലും ഒരു സംഭാവന, മാനസികമായ പിന്തുണയോടൊപ്പം ഒരു സാമ്പത്തിക സഹായം കൂടി തന്നിട്ടുള്ള നമ്മുടെ വെൽവിഷേഴ്സിനെ പേരെടുത്ത് ഞാൻ പറയുന്നില്ലെങ്കിലും ഓരോ ആളോടും ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ആ വെൽവിഷേഴ്സിനെ നമുക്ക് കണക്ട് ചെയ്ത് തന്ന ഓരോ മെമ്പർമാരോടും ഈ പേരാവൂർ മേഖലയിലുള്ള നമ്മളുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് എല്ലാ സഹായ സഹകരണവും നൽകിയ പേരാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം, ആ പോലീസ് ടീം നമുക്ക് ഇതിനു മുന്നേയുള്ള ഒരു വർഷം മിനിസ്റ്ററൊക്കെ വന്നതുകൊണ്ട് പോലീസിന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നീടുള്ള എല്ലാ വർഷങ്ങളും അത്ര ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഈ വർഷം അങ്ങനെ ഒരു സ്പെഷ്യൽ VIPs ഒന്നും ഇല്ലാതിരുന്നിട്ട് കൂടി പോലീസിന്റെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. ആ ഒരു ധൈര്യം, അത്രയും സപ്പോർട്ട് ഉണ്ടെന്നുള്ള ധൈര്യം ഈ 8000-ലധികം ആൾക്കാർ ഈ പേരാവൂർ ഏരിയയിൽ വരുമ്പോൾ അവരുടെ ഒരു സപ്പോർട്ടിൻ്റെ ഒരു ധൈര്യം കൂടി നമുക്ക് എല്ലാവർക്കും ഒരു മനക്കരുത്തായിരുന്നു. ആ മനക്കരുത്ത് തന്ന DYSP സാറിനും അദ്ദേഹത്തിന്റെ ടീമിനും ഒരു പ്രത്യേക നന്ദി പറയുന്നു. ഒപ്പം ആ ടീമിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത പേരാവൂർ കുട്ടിച്ചൻ സാറിന്റെ നേതൃത്വത്തിലുള്ള പേരാവൂരിലെ റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സിന്റെ 40ഓളം വരുന്ന മെമ്പേഴ്സുള്ള ആ ഒരു ടീം കഴിഞ്ഞ 3 വർഷങ്ങളിലെ മാരത്തോണിലായാലും സജീവ സാന്നിധ്യമായിരുന്നു ഈ ഒരു ടീം. ഈ ഒരു ടീമിന്റെ സപ്പോർട്ട് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. പ്രത്യേകം നന്ദി പറയുന്നു, സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ ഞാൻ എടുത്തു പറയുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പ്രതിഭയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് സഹായമായിട്ടുണ്ടായിരുന്നു. ഈ വർഷങ്ങളിൽ പ്രത്യേക ടീം ഉണ്ടായിരുന്നു. 14 മെമ്പേഴ്സുള്ള ഒരു ടീം നമുക്കിവിടെ സപ്പോർട്ടിനുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിലും ഫിനിഷിംഗ് ഏരിയയിലും നമുക്കുണ്ടാകുന്ന എമർജൻസീസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവരുടെ സപ്പോർട്ട് നമുക്ക് വിലപ്പെട്ടതായിരുന്നു. ആ ടീമിന് പ്രത്യേകം നന്ദി പറയുന്നു. സ്റ്റേഡിയം ഇത്ര മനോഹരമായി അലങ്കരിച്ച ബിജു കുട്ടിച്ചൻ സാറിന്റെ ട്രെയിനിങ്ങിൽ പാർട്ട്ണറായിട്ടുണ്ടായിരുന്ന ബിജു എന്ന റിട്ടയർഡ് SI പേരാവൂർക്കാരനല്ല എങ്കിലും കുട്ടിച്ചൻ സാറിന്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം മലപ്പുറം ടീമിലാണ് തൃശ്ശൂരിൽ എത്തിയിട്ടുള്ള ബിജു സാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി MFLയിലെ ചെറുകുട്ടികളായിട്ടുള്ള കുട്ടികൾ ഒരു 16-17 കുട്ടികളുണ്ടായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം മറന്നുകൊണ്ട് ആ ഒരു വേലത്ത് കിടന്ന് അധ്വാനിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആ നിസ്വാർത്ഥ സേവനത്തിന് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പ്രത്യേകം ഓർക്കുന്നു, അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് ഓർക്കാനുള്ള ജിമ്മി ജോർജ് അക്കാഡമിയിലെ കുട്ടികളെയാണ്. നമ്മുടെ ഏത് പാതിരാത്രിയിൽ നമ്മുടെ ജേഴ്സികൾ എത്തിക്കഴിഞ്ഞാലൊക്കെ അതൊക്കെ എടുത്തു വെക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും മറ്റെല്ലാ അത്യാവശ്യ ഘട്ടങ്ങളിലും വിളിച്ചാൽ വെളിപ്പെടുത്തുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ നേതൃത്വത്തിലുള്ള ആളുകൾ, ബെനിച്ചന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീം, ആ ടീം നമ്മൾ എന്തായാലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ടിന് നമ്മൾ താങ്ക്സ് പറയുന്നു. താങ്ക് യു.
പിന്നെ പുലരി സ്പോർട്സ് ക്ലബ്, പാർക്കിംഗ്, ട്രാഫിക് അതുപോലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് പുലരി സ്പോർട്സ് ക്ലബ് നമ്മുടെ രമേശ് ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് കൈകാര്യങ്ങൾ ചെയ്തത്. ആ ടീം ഈ 8000-ഓളം എൻ്റെ പുറത്തുനിന്ന് ഫ്രണ്ട്സൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ 8000-ഓളം ആളുകൾ വരുമ്പം ഒരു 10,000-3000 വണ്ടിയെങ്കിലും വരില്ലേ? ഈ 3000 വണ്ടിയൊക്കെ വന്ന് നിങ്ങളുടെ നാട്ടിൽ എവിടെ പാർക്ക് ചെയ്യുന്നുള്ളൊരു ചോദ്യം. ഈ ഒരു ട്രാഫിക് പ്രശ്നം ഈ പ്രാവശ്യം വളരെ പ്ലാൻഡായിട്ട് കൈകാര്യം ചെയ്ത് ആ ട്രാഫിക്കിൻ്റെ ഒരു പ്രശ്നം ഇല്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു തന്ന ആ ടീമിനും പുലരി ക്ലബിൻ്റെ ടീമിനും താങ്ക്സ്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ വനിതാ വിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വർഷം ആദ്യമായിട്ടാണ് അവർ സഹകരിച്ചത്. എന്തൊക്കെ ചെയ്യണമെന്നൊന്നും അവർക്ക് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എന്ത് ചെയ്യാനും റെഡിയായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവസാന ഘട്ടങ്ങളിൽ ഒരു 2-3 ആഴ്ചയൊക്കെ ആയിട്ട് അവർ നമ്മുടെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് അറിയില്ലായിരുന്നു. വളരെ ദൂരെ നിന്ന് കഴിഞ്ഞ 6 വർഷങ്ങളും നമ്മൾ ഈ പരിപാടികൾ കണ്ടവരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ലെങ്കിലും എന്ത് ചെയ്യാനും റെഡിയായിട്ട് നമ്മളെ കൂടെ നിന്ന് ആ 3-4 ദിവസങ്ങളിൽ നമ്മളെ കൂടെ തന്നെ നിന്ന് വനിതാ വിങ്ങിന് പ്രത്യേകം നന്ദി പറയണം. അടുത്ത വർഷങ്ങളിൽ ഇതിലും മികച്ച പിന്തുണ അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്ന എല്ലാ ഉറപ്പും അവർ തന്നിട്ട് അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. മറ്റ് പറയാനുള്ള വേറൊരു പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു ടീം നമ്മുടെ വാട്ടർ സ്റ്റേഷൻ കൈകാര്യം ചെയ്ത ടീമാണ്. വാട്ടർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പേരാവൂരിൽ നിന്ന് നമ്മൾ 10 കിലോമീറ്റർ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പേരാവൂർ ടൗൺ, തെറ്റുവഴി, പെരുമ്പുന്ന, മണത്തണ ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ വാട്ടർ സ്റ്റേഷൻ കൈകാര്യം ചെയ്ത ടീമാണ്. പ്രത്യേകം എടുത്തു പറയേണ്ടത് അമ്പിളിയുടെ നേതൃത്വത്തിൽ, പേരാവൂർ മെമ്പർ അമ്പിളിയുടെ നേതൃത്വത്തിൽ പേരാവൂർ മഹൽ കമ്മിറ്റി നടത്തിയൊരു വാട്ടർ സ്റ്റേഷൻ, പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് റെജിയുടെ നേതൃത്വത്തിൽ പെരുമ്പുന്ന ഉണ്ടായിരുന്ന വാട്ടർ സ്റ്റേഷൻ, പിന്നെ നമ്മുടെ പെരുമ്പുന്നയുടെ വാട്ടർ സ്റ്റേഷൻ, തെങ്ങുംപള്ളി ജോൺ ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള വാട്ടർ സ്റ്റേഷൻ, ജോൺ ചേട്ടനോടെ ഉണ്ട്. പിന്നെ മണത്തണ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള വാട്ടർ സ്റ്റേഷൻ. ഇങ്ങനെ എല്ലാ വാട്ടർ സ്റ്റേഷനും, പിന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ വാട്ടർ സ്റ്റേഷൻ നടത്തിയത് പാസിന്റെ ടീമാണ്. പേരാവൂർ പാസ്, തൊണ്ടിയുള്ള പാസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ടീം. അങ്ങനെ വാട്ടർ സ്റ്റേഷനുകളുമായി അതുപോലുള്ള മറ്റെല്ലാ അനുബന്ധ സേവനങ്ങൾക്കും വേണ്ടി നമ്മളെ സഹകരിച്ച എല്ലാവരോടും ഓരോ ആളുകളെയും പേരെടുത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ ഒരു മികച്ച ഇവന്റിൽ നമുക്ക് മെഡിക്കൽ പാർട്ണറായി നമ്മളോടൊപ്പം നിന്ന് ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ, അതുപോലെ അവിടെയുള്ള ഡോക്ടേഴ്സ്, 2 സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സാണ് ഞങ്ങൾ ഈ വർഷത്തെ സേവനത്തിനായി നമുക്കിവിടെ വന്നിട്ടുള്ളത്. അവർക്കും അവരുടെ കൂടെ വന്നിട്ടുള്ള നഴ്സുമാർക്കും ടെക്നിക്കൽ ടീംസിനും നമ്മുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒപ്പം പേരാവൂർ ഈ ഏരിയയിലുള്ള ആംബുലൻസ് ടീം, 4ഓളം ആംബുലൻസുകൾ നമുക്ക് വേണ്ടി സേവനം നടത്തിയിട്ടുണ്ട്. അവരുടെ സേവനത്തിൽ നമുക്ക് മറക്കാൻ പറ്റില്ല. ആ സേവനങ്ങൾക്കും അവർക്ക് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടി എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഉള്ള മീഡിയ ടീമിൽ നമ്മുടെ ഹൈവിഷൻ ആണ് നമ്മുടെ ഒഫീഷ്യൽ മീഡിയ പാർട്ണറായിട്ടുണ്ടായിരുന്നത്. ഹൈവിഷൻ പേരാവൂരിലെ അനൂപിന്റെ നേതൃത്വത്തിലുള്ള ഹൈവിഷനിലെ ടീം നമുക്ക് ഫുൾ ലൈവായിട്ട് കവർ ചെയ്തു. അതുകൂടാതെ തുടക്കം മുതലുള്ള എല്ലാ പരിപാടികളും എവിടെയാണ് നമ്മുടെ സ്കൂളുകളിൽ എന്ത് പ്രോഗ്രാം നടത്തിയാലും അവിടെയൊക്കെ എത്തി നമ്മുടെ എല്ലാ പരിപാടികളും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി സഹകരിച്ചു. അതുപോലെ KT തോമസ് ഏട്ടൻ നമ്മളായിട്ട് നല്ല വിധത്തിൽ സഹകരിച്ചു. ഈ 2 ടീമിനും നല്ലൊരു നന്ദി അറിയിക്കുന്നു. പ്രിന്റ് മീഡിയ, പത്രമാധ്യമ സുഹൃത്തുക്കൾ, നമ്മുടെ നാസർ കോർഡിനേറ്റ് ചെയ്ത, നമ്മുടെ മെമ്പർ കൂടെ നാസർ കോർഡിനേറ്റ് ചെയ്ത പത്രമാധ്യമ ടീം, അതുപോലെ അബിജോൺ കോർഡിനേറ്റ് ചെയ്ത പത്രക്കാരുടെ ടീം, അതുപോലെ ഗുഡ് സിദ്ധാർത്ഥിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ടീം, ഇങ്ങനെയുള്ള എല്ലാ മീഡിയ ടീമുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമുക്ക് വേണ്ടി പ്രിന്റിംഗ് ജോലികൾ കൃത്യസമയത്ത് തലേദിവസം രാത്രി ആണ് നമുക്ക് സ്റ്റേജും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്നത്. ആ വർക്കുകൾ അവസാന നിമിഷം എനിക്ക് തോന്നുന്നു 4:45 ആയിരിക്കും. 6 മണിക്ക് മാരത്തോൺ തുടങ്ങുമ്പോൾ 4:45 നമ്മൾ അവസാനത്തെ കട്ടൗട്ട് വരുത്തി റെഡിയാക്കി തീർന്നത്. ആ ജോലികൾക്കൊക്കെ നമുക്ക് ഇന്നും സപ്പോർട്ടായി നിന്ന IT
ജോജിയും ടീമിനും ഒരു പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്തു വന്ന TM ലൈറ്റ് ആൻഡ് സൗണ്ട്, കാറ്ററിംഗ് സർവീസ്, നമുക്ക് നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിയ പേരാവൂരിലെ അതിഥികളായ എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മളായിട്ട് സഹകരിച്ച റോബിൻസ് കാറ്ററേഴ്സ്, അവർക്കുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളുടെ മാനേജ്മെൻറ്റ്, പേരാവൂരായാലും തൊണ്ടി സ്കൂളായാലും സെൻറ് ജോൺസ് സ്കൂളായാലും അതുപോലെ സമീപ പ്രദേശങ്ങളിലെ എല്ലാ സ്കൂൾ മാനേജ്മെൻറ്റും നമ്മളുമായിട്ട് നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. തുടർന്നുള്ള വർഷങ്ങളും ഇതിനേക്കാളും മികച്ച സഹകരണം അവരുണ്ടാകുന്നുള്ള പ്രതീക്ഷയുടെ അവർക്കുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ നമുക്ക് ഓർക്കേണ്ട നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്ന മറ്റൊരു ആൾക്കാരുണ്ട്. നമുക്ക് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ എന്ന് വെച്ചാൽ പേരാവൂർ ചർച്ചിൻ്റെ അണ്ടറിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ട്, അതുപോലെ സെൻറ് ജോൺസ് സ്കൂൾ ഗ്രൗണ്ട്, അതുപോലെ പേരാവൂർ മാളിലുള്ള ഗ്രൗണ്ട്, തൊണ്ടിയിലെ മാളിലുള്ള ഗ്രൗണ്ട്, പിന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഗ്രൗണ്ട്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നമുക്ക് അനുവദിച്ചു തന്ന അതാത് മാനേജ്മെൻറ്റുകൾക്ക് നന്ദി അറിയിക്കുന്നു. നമ്മുടെ പരിപാടിയിൽ വളരെ ദൂരെ നിന്ന് പോലും എത്തിച്ചേർന്ന ശ്രീകണ്ഠപുരം സാമറിറ്റൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ നിന്ന് വീൽ ചെയർ റണ്ണിനായിട്ട് എത്തിപ്പെട്ട അവിടുത്തെ ടീം, ആ വീൽ ചെയർ റണ്ണിന് വേണ്ടി അവരെ ഒരുക്കി അവരുടെ കൂടെ വന്ന നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ നമ്മുടെ കുടക്കിച്ചിറ ഫാമിലി മെമ്പർ കൂടിയാണ്. ആ സിസ്റ്ററെയും അവരുടെ ടീമിനെയും പ്രത്യേകമായിട്ട് നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്. അവർക്കുള്ള നന്ദി അറിയിക്കുന്നു. ബഡ്സ് സ്കൂൾ, കോളേജ് ബഡ്സ് സ്കൂളിൽ നിന്ന കുട്ടികളുടെ മാതാപിതാക്കളും അവരുടെ ആ ഒരു സേവനം, ആ അമ്മമാര് ആ കുട്ടികളെ കൊണ്ട് ഇവിടെ വന്നപ്പോൾ അവരുടെ ഒരു സന്തോഷം തന്നെ വളരെ വലുതായിരുന്നു. ആ കുട്ടികളെയായിട്ട് എത്തിയ അമ്മമാർക്കും ആ കുട്ടികൾക്കുമുള്ള സ്നേഹം അറിയിക്കുന്നു, നന്ദിയും അറിയിക്കുന്നു. ഒപ്പം നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ടീം, നമ്മുടെ സഹകരണം ഉണ്ടായിരുന്ന NCC അതുപോലെ NSS, തൊണ്ടി സ്കൂളിൽ നിന്നുള്ള NCC ടീം നമ്മളെ വളരെയേറെ സഹായിച്ചു. അതുപോലെ മണത്തണ സ്കൂളിൽ നിന്നുള്ള NSS ടീമാണ് ഇവിടെ ക്യാമ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗ്രൗണ്ട് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് സഹകരണം ഉണ്ടായിരുന്നു. ഈ രണ്ട് ടീമിനുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വേറൊരു ടീമുണ്ട്. അതായത് നമ്മുടെ ഈ 7ാം വർഷമാണ് പേരാവൂർ മാരത്തോൺ ഇവിടെ നടക്കുന്നത്. മുൻ വർഷങ്ങളിൽ 2017 മുതൽ പേരാവൂർ മാരത്തോൺ നടക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ നമുക്ക് സ്പോൺസർമാരായും അതുപോലെ സംഘാടകത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് മറക്കാൻ പറ്റാത്ത 2017 മാരത്തോണിലെ വോഡഫോൺ ആണ് നമുക്ക് സ്പോൺസറായിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമുക്ക് സംഘാടകനായിട്ടുണ്ടായിരുന്ന പേരാവൂർ ചേംബർ പേരാവൂർ സംഘടന നമുക്ക് ഏറ്റവും കരുത്തോടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഈ സംഘടനകളിൽ മറ്റു വർഷങ്ങളിൽ നമുക്ക് സ്പോൺസർമാരെ തുകൽ ജ്വല്ലേഴ്സ്, ഗുഡ്, അതുപോലെ കനറ ബാങ്ക്, ഈ സ്ഥാപനങ്ങളിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. ഇവർക്കുള്ള നന്ദി ഒരിക്കൽ കൂടി ഞാനിവിടെ അറിയിക്കുന്നു. അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇന്ന് വരെ കടന്നു വന്നത്. ഈ വർഷവും അടുത്ത വർഷങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള പല സംഘടനകളുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അവരൊക്കെ നന്ദിയോടെ സ്മരിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പേരൊക്കെ